ഇന്ന് വളരെ പ്രധാനപ്പെട്ടതായ ഒരു സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. നമ്മെ ഉയർത്തുന്ന ദൈവകരം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാവരും ചോദിച്ചിട്ടുള്ള, പലരും ചോദിക്കുന്ന, ചിന്തിക്കുന്ന ഒരു സത്യമാണ്, നമ്മുടെ ജീവിതത്തിൽ നാം ഭൗതികമായ അഭിവൃദ്ധി പ്രാപിക്കുന്നതിൽ ദൈവത്തിന് സന്തോഷമാണോ? ആത്മീക അഭിവൃദ്ധി പോലെ തന്നെ ഭൗതിക അഭിവൃദ്ധികളിലും ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഇത് രണ്ടും നിങ്ങൾ വളരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ദൈവവചന അടിസ്ഥാനത്തിൽ കാണണം എന്നുള്ളത് തന്നെയാണ്. എൻ്റെ ഒരു ചിന്തയിൽ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഭൗതിക വിഷയങ്ങളെക്കാൾ പ്രാധാന്യത നാം കൊടുക്കേണ്ടത് ആത്മീയ വിഷയങ്ങൾക്കാണ്. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. എന്തൊക്കെ എനിക്ക് ലഭിക്കും എന്നുള്ളതിലല്ല ഞാൻ കോൺസെൻട്രേറ്റഡ് ആയിരിക്കേണ്ടത്. മുൻപേ ഫസ്റ്റ് സീക്ക് ദ കിങ്ഡം ഓഫ് ഗാഡ്, മുൻപേ അവന്റെ രാജ്യം, അവന്റെ നീതി അന്വേഷിക്കുന്നവരായി തീരുക. യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ എനിക്ക് മുട്ടുണ്ടാകുകയില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുമോ, എനിക്കൊരു നന്മയുണ്ടാകുമോ എന്ന വിഷയത്തിലല്ല ഞാൻ ശ്രദ്ധ ചെലുത്തേണ്ടത്. പ്രസ്തുത ദൈവം എൻ്റെ ഇടയനായിരിക്കണം, യേശു എൻ്റെ ഇടയനായിരിക്കണം. ആ നല്ല ഇടയന്റെ ശബ്ദം കേട്ടുകൊണ്ട് എൻ്റെ ജീവിതയാത്രയെ എനിക്ക് നയിക്കുവാൻ കഴിയണം എന്നുള്ളതായിരിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, സ്വപ്നം എന്ന് പറയുന്നത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അനുഗ്രഹങ്ങളിൽ, നമ്മുടെ ഉയർച്ചകളിൽ, നമ്മുടെ നന്മകളിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ദൈവം സന്തോഷിക്കുന്നുണ്ടോ? ദൈവത്തിന് അത് താല്പര്യമാണോ? അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ദൈവഹിതം അന്വേഷിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്. അതിനു വേണ്ടിയിട്ട് ഒരു വാക്യം, ഒരു വചനഭാഗം ഈ പകലിൽ ഞാൻ വായിക്കുന്നു. സങ്കീർത്തന പുസ്തകങ്ങൾ 35-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. എന്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ. തന്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവർ എപ്പോഴും പറയട്ടെ. Let them shout of joy and be glad that favoreth my righteous. Yeah, let them say continually, the Lord magnified, which has pleasure in the prosperity of his servant. തന്റെ ദാസന്മാരുടെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവരെപ്പോഴും പറയട്ടെ. അങ്ങനെയാണെങ്കിൽ തൻ്റെ മക്കളുടെ ശ്രേയസിൽ, തൻ്റെ മക്കളുടെ പ്രോസ്പെരിറ്റിയിൽ, തൻ്റെ മക്കളുടെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കുന്ന ദൈവത്തെക്കുറിച്ച് സങ്കീർത്തനം 35-ന്റെ 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ ഈ മെസ്സേജിന്റെ പ്രാരംഭ സമയത്ത് പറഞ്ഞതുപോലെ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും അന്വേഷിക്കേണ്ടത് നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ്. നമ്മൾ ആരായേണ്ടത് നമ്മുടെ ഹിതമല്ല, ദൈവഹിതമാണ്. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. ഇന്ന് ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ലൈവ് ചാറ്റിനകത്ത് ഈ വാക്യങ്ങളൊന്ന് പേസ്റ്റ് ചെയ്തിടാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും അത് വായിക്കാൻ പറ്റും. ഒന്ന്, നാം മനസ്സിലാക്കേണ്ട സത്യം, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം എന്നിൽ നിറവേറണം, എന്നിൽ നടക്കണം എന്നുള്ളതാണ്. എത്ര പേർ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു? കർത്താവേ, എന്റെ ഇഷ്ടങ്ങളല്ല, എന്റെ ഹിതമല്ല, എന്റെ കൊതിയല്ല, നിന്റെ ഹിതം എന്നിൽ നടക്കണം. അവിടുത്തെ ആഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടണം. അങ്ങനെയാണെങ്കിൽ എഫേസ്യർ 5:17 ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീനെന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നെങ്കിൽ സങ്കീർത്തനം 35-ന്റെ 27-ാം വാക്യം പറയുകയാണ്, തന്റെ ദാസന്മാരുടെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ. അപ്പോൾ തൻ്റെ മക്കളുടെ പ്രോസ്പെരിറ്റി, തൻ്റെ ജനത്തിന്റെ ബ്ലെസ്സിങ്സ്, അനുഗ്രഹം, അത് ദൈവത്തിന് ഒരിക്കലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. ദൈവം അതിൽ സന്തോഷിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാൻ, നിങ്ങൾ ഓരോരുത്തരും അഭിവൃദ്ധി പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. പ്രൈസ് ഗോഡ്. ഈ ഭൂമിയിൽ നടക്കേണ്ടത് മനുഷ്യന്റെ ഇഷ്ടമല്ല. ഞാൻ ഇന്ന് ഈ മെസ്സേജ് പറയുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഈ പദങ്ങളെ ഏറ്റെടുക്കണം.
എന്നിലും നിങ്ങളിലും നടക്കേണ്ടത് നാട്ടുകാരുടെ ഇഷ്ടമല്ല, കുടുംബക്കാരുടെ ഇഷ്ടമല്ല, വീട്ടുകാരുടെ ഇഷ്ടങ്ങളല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ്. എന്നെ ഇഷ്ടമല്ലാത്തവന്റെ ഇഷ്ടമല്ല എന്നിൽ നടക്കേണ്ടത്, ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ യേശു കർത്താവ് പ്രാർത്ഥനയുടെ ആ പ്രാധാന്യതയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, ലൈക്ക് ദ മോഡൽ ഓഫ് പ്രേയർ, പ്രാർത്ഥനയുടെ മാതൃക, യേശു കർത്താവ് ഇങ്ങനെയാ പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ വാക്യം, ആ ഭാഗം കർത്താവിന്റെ ദാസൻ ജിജി പാസ് ഒന്ന് വായിച്ച്, മത്തായി 6-ന്റെ 9-10 വാക്യങ്ങൾ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം, സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഈ ഭൂമിയിലും നിറവേറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന എന്ന് പറയുന്നത്, യേശു പഠിപ്പിച്ച പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തിന്റെ ഹൃദയവും ദൈവത്തിന്റെ സ്വപ്നങ്ങളുമാണ് ആ പ്രാർത്ഥനയിൽ ശരിക്കും വെളിപ്പെട്ടു വന്നിരിക്കുന്നത്. അതിൽ വ്യക്തമാക്കുന്ന ഒരു സത്യം, കർത്താവേ നിന്റെ രാജ്യം വരണം, അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിൽ നടക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ദൈവമക്കൾ വാ തുറന്ന് പറയണം, എന്റെ വീട്ടിൽ നടക്കേണ്ടത്, എന്റെ കുടുംബത്തിൽ നടക്കേണ്ടത്, എന്റെ സഭയിൽ നടക്കേണ്ടത് പിശാചിന്റെ ഇഷ്ടമല്ല, സാത്താന്റെ ഇഷ്ടമല്ല, മന്ത്രവാദിയുടെ ഇഷ്ടമല്ല, തലതകർന്ന ലൂസിഫറിന്റെ പൈശാചിക മണ്ഡലത്തിന്റെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടവുമല്ല, എന്നെ ഇഷ്ടമല്ലാത്തവന്റെ ഇഷ്ടവുമല്ല. എന്റെ വീട്ടിൽ, എന്റെ സഭയിൽ, എന്റെ കുടുംബത്തിൽ നടക്കേണ്ടത് എന്റെ കർത്താവിന്റെ ഇഷ്ടമാണ്, എന്റെ കർത്താവിന്റെ ഹിതമാണ്, എന്റെ ദൈവത്തിന്റെ പദ്ധതിയാണ്. ശബ്ദം ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. എനിക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം സഹോദരങ്ങളെ, എന്റെ ദൈവം ഇടിച്ചു കളയുന്നവനല്ല, എന്റെ ദൈവം പണിയുന്നവനാണ്. എന്റെ ദൈവം തകർക്കുന്നവനല്ല, എന്റെ കർത്താവ് വളർത്തുന്നവനാണ്. എന്റെ ദൈവം നിന്ദിക്കുന്നവനല്ല, എന്റെ കർത്താവ് മാനിക്കുന്നവനാണ്. എന്റെ കർത്താവ് നിന്നെ രോഗിയാക്കി ഇല്ലായ്മ ചെയ്യുന്നവനല്ല, എന്റെ കർത്താവ് നിനക്ക് സൗഖ്യത്തെ നൽകി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്റെ കർത്താവ് നിന്നെ തളർത്തുന്നവനല്ല, അവൻ നിന്നെ വളർത്തുന്നവനാണ്. എത്ര പേർ ഏറ്റെടുക്കാൻ കഴിയുന്നു അത്? എന്റെ ദൈവം നിന്നെ തള്ളിക്കളയുന്നവനല്ല, എന്റെ ദൈവം നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്നവനാണ്. അതുകൊണ്ട് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, വർധനവിന്റെ ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും, അനുഗ്രഹത്തിന്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, മാന്യതയുടെ കർത്താവ് നിങ്ങളെ മാനിക്കും, ഉയർത്തുന്ന ദൈവകരം നിങ്ങളെ ഉയർത്തുവാനിടയായി തീരും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളായതുകൊണ്ടാണ്. വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന എത്ര പേർ പറയും, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്? അപ്പൊ ഒരു കൂട്ടം ആൾക്കാർ ചോദിക്കുന്നു, ബ്രദറെ, പാസ്റ്റർ, നമ്മൾ എങ്ങനെയാ ദൈവത്തിന്റെ മക്കളാകുന്നേ, ദൈവത്തിന്റെ മകനാകുന്നേ, ദൈവത്തിന്റെ മകളാകുന്നേ? ആ പ്രിവിലേജ് എങ്ങനെയാ നമുക്ക് ലഭിക്കുന്നേ? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവർ പുരുഷന്റെ ഇഷ്ടത്തിൽ, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവത്തിന്റെ മക്കളാകുവാൻ അധികാരം നൽകി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളിൽ എത്ര പേര് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നു? നിങ്ങളുടെ ആത്മമനുഷ്യനിലേക്ക് കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തത്താൽ, ആ പരിപാവനമായ പരിശുദ്ധ നിണത്താൽ നിങ്ങളെ തന്നെ കഴുകലിനും വിശുദ്ധീകരണത്തിനും ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെങ്കിൽ പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല അവൻ നിങ്ങളെ വീണ്ടെടുത്തത്, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രേ. വ്യർത്ഥമായുള്ള പിതൃപാരമ്പര്യങ്ങളിൽ നിന്ന്, വ്യർത്ഥമായുള്ള പൈശാചിക മേഖലകളിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തം നിങ്ങളെ വീണ്ടെടുത്തെങ്കിൽ നിങ്ങൾ ദൈവത്തിന് വിലപ്പെട്ടവരാണ്, നിങ്ങൾ ദൈവരാജ്യത്തിൽ വിലയേറിയവരാണ്, നിങ്ങൾ ദൈവസന്നിധിയിൽ വിലയുള്ളവരാണ്. മനുഷ്യനും മതവും ലോകവും സമുദായവും ഒക്കെ നിങ്ങൾക്ക് വില കൽപ്പിച്ചില്ലെങ്കിലും ഇന്ന് പകൽ നിങ്ങൾക്ക് ജീവന്റെ വില കൽപ്പിച്ച, സ്വന്തം ജീവന്റെ വില കൽപ്പിച്ചൊരു ദൈവമുണ്ട്, അതത്രേ കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ ആ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്ക് ദൈവത്തിന്റെ മക്കളാകുവാൻ അധികാരം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ആ ദൈവമക്കളുടെ ശ്രദ്ധയ്ക്ക് മത്തായി 7:11, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിനോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. നമ്മളൊക്കെ ദോഷികളായ
അപ്പന്മാരും അമ്മമാരും ഒക്കെയാണ്. നമ്മൾക്ക് ഒരുപാട് കുറവുകളുണ്ട്. നമ്മൾ ആരും ഈ ലോകത്തിൽ ഒരു പൂർണ്ണരല്ല, കംപ്ലീറ്റ് അല്ല. നമ്മൾ ആ പെർഫെക്റ്റ് അല്ല. ഈ ലോകത്തിൽ ഒരു പെർഫെക്റ്റ് ഹസ്ബൻഡ് ഇല്ല. ഈ ലോകത്തിൽ ഒരു പെർഫെക്റ്റ് വൈഫ് ഇല്ല. ഈ ലോകത്തിൽ ഒരു പെർഫെക്റ്റ് ഫാദർ ഇല്ല. ഈ ലോകത്തിൽ ഒരു പെർഫെക്റ്റ് സണ്ണും ഡോട്ടറും ഇല്ല. ഈ ലോകത്തിൽ പെർഫെക്റ്റ് ആയിട്ട് ആരുമില്ല. പക്ഷെ നമ്മൾ ക്രിസ്തുവിലായി തീരുമ്പോൾ, നമ്മൾ കർത്താവിലേക്ക് വരുമ്പോൾ, കർത്താവിന്റെ വചനവും അവന്റെ പരിശുദ്ധ ആത്മാവും കർത്താവിന്റെ ആത്മാവിന്റെ നിയോഗങ്ങളും ആ ദൈവശബ്ദം കേൾക്കുവാൻ നാം തയ്യാറാകുമ്പോൾ അത് നമ്മെ പെർഫെക്ഷനിലേക്ക് നയിക്കും, നമ്മളെ പൂർണ്ണതയിലേക്ക് നയിക്കും. ക്രിസ്തുവാകുന്ന തലയോളം സകലത്തിലും വളരുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുവാനായിട്ട് ഇടയായി തീരും. എന്നാൽ നമ്മൾ വലിയ പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും, നമ്മൾ ദോഷികളാണെങ്കിലും, പല കുറവുകൾ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടെങ്കിലും, നമ്മുടെ മക്കളെന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല അപ്പന്മാരും അമ്മമാരും വ്യക്തിപരമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിറകണ്ണുകളോടെ, പാസ്റ്ററെ, ബ്രദറെ, ഞാൻ ജീവിച്ചിരിക്കുന്നത് പോലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഞാനിന്ന് ജീവിക്കുന്നത് പോലും എൻ്റെ മക്കളെ ഓർത്തിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ടവർ പലരും ഉണ്ട്. സഹോദരങ്ങളെ, അപ്പൻ എത്ര മദ്യപാനിയാണെങ്കിലും, എത്ര ലോകപ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും മക്കളെ കരുതാതിരിക്കില്ല, കുഞ്ഞുങ്ങളെ ഓർക്കാതിരിക്കില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവർ സമ്പാദിക്കുന്നതും അവരധ്വാനിക്കുന്നതും എല്ലാം അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അവരുണ്ടാക്കി വെക്കുന്നതും കഷ്ടപ്പെടുന്നതും എല്ലാം അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരെ ഓർക്കേണ്ട ഒരു സത്യമുണ്ട്. നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ ഒരു സ്നേഹമുള്ള ഒരു അപ്പന്റെ, സ്നേഹമുള്ള ഒരു അമ്മയുടെ ഹൃദയത്തിൽ ആ ഭക്ഷണം കുഞ്ഞുങ്ങൾ കഴിക്കണമെന്നൊരു വലിയ ആഗ്രഹം ആ അപ്പന്റെ അമ്മയുടെ ഉള്ളത്തിലുണ്ട്, അല്ലേ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പല പേരൻസും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും എല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ദോഷികളായ ഒത്തിരി കുറവുകളും കുറ്റങ്ങളും ഒക്കെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇത്രയും കൺസേൺ ഉണ്ടെങ്കിൽ, അവരോട് ഇത്രയും താല്പര്യം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഏറ്റവും നന്നാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നമ്മുടെ മക്കൾ നശിച്ചു പോകരുതെന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ, ദോഷികളായ നമ്മുടെ മനസ്സിതാണെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവിന്റെ ഹൃദയം തൻ്റെ മക്കളെ കുറിച്ച് എന്തായിരിക്കും? ആ നല്ല പിതാവിന്റെ ഹൃദയം എത്ര വിശാലമായിരിക്കും, എത്ര സ്നേഹമുള്ളതായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ചില മക്കളെ നോക്കി, ചില സഹോദരന്മാരെ നോക്കി ഞാൻ സത്യസന്ധമായി തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പറയട്ടെ, ഈ ലോകത്തിന്റെ അപ്പനിൽ നിന്നും, നിങ്ങളെ ജനിപ്പിച്ച അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് കിട്ടാതെ പോയ സ്നേഹവും, നിങ്ങൾക്ക് ലഭിക്കാതെ പോയ അംഗീകാരവും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സകല നന്മകളും നിങ്ങൾക്ക് ഇരട്ടിയായി തിരിച്ചു തരുവാൻ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് കഴിയും. ഈ ലോകത്തിലെ അപ്പനും അമ്മയും നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതിയില്ലേ? കരുതാൻ അവർക്ക് പറ്റിയില്ലേ? അതിനുള്ള സാഹചര്യം അവർക്ക് ഇല്ലായിരുന്നോ? നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ ഭാരപ്പെടരുത്. ഹല്ലേലൂയ. നിന്റെ അപ്പനും അമ്മയും വീട്ടുകാരും കുടുംബക്കാരും നിനക്ക് വേണ്ടി കരുതിയിട്ടില്ലാത്തത് സ്വർഗസ്ഥനായ നിന്റെ പിതാവ് നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഈ ലോകത്തിലെ ആരും നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടില്ലാത്തത് സ്വർഗസ്ഥനായ നിന്റെ പിതാവ് നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യർ ഒരുക്കിയാൽ അതിന് പരിമിതിയുണ്ട്, സ്വർഗസ്ഥനായ പിതാവ് ഒരുക്കിയാൽ അതിന് പരിമിതികളുമില്ല. മനുഷ്യൻ തന്നാൽ അതിന് കണക്കുണ്ട്, എന്നാൽ സ്വർഗസ്ഥനായ പിതാവ് തരുന്നതിന് കണക്കുകളില്ല. പ്രിയപ്പെട്ടവരെ, ആമീൻ, ഹല്ലേലൂയ. ജോസഫിനെ അതിരുകളില്ലാതെ, അതിർവരമ്പുകളില്ലാതെ, മതിലുകളില്ലാതെ അനുഗ്രഹിച്ചവനായ ദൈവം, അബ്രഹാമിനെ ഐശ്വര്യമായി അനുഗ്രഹിച്ചവനായ ദൈവം തന്റെ മക്കളെ അനുഗ്രഹിപ്പാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് ഏതെങ്കിലും വിഷയങ്ങളിൽ, ഏതെങ്കിലും സാഹചര്യങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് എന്റെ ഭാവി എന്താകും, എന്റെ കുടുംബം എന്താകും, എന്റെ കുഞ്ഞുങ്ങളുടെ സ്ഥിതി എന്താകും, എന്റെ അവസ്ഥ എന്താകും എന്നൊക്കെ ആകുലപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വാ തുറന്ന് പറഞ്ഞേ, എനിക്ക് സ്വർഗസ്ഥനായ ഒരു പിതാവുണ്ട്. എന്നെ കുറിച്ച് കൺസേൺ ഉള്ള, എന്നെ കരുതുന്ന, എന്നെ മാനിക്കുന്ന, എന്റെ ഭാവിയെ ഓർക്കുന്ന ഒരു സ്വർഗസ്ഥനായ ഒരു പിതാവുണ്ട്. അതുകൊണ്ടല്ലേ യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ പ്രവാചകനായ യെശയ്യാ പറഞ്ഞത്, എന്റെ വിചാരമല്ല നിങ്ങളുടെ വിചാരം, എന്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിങ്ങളെ കുറിച്ചുള്ള എന്റെ വിചാരങ്ങൾ വലുതാകുന്നു. അതിന്റെ കാരണം എന്നാ? മനുഷ്യനെ കുറിച്ച് വിചാരപ്പെടുന്നു. ഞാനും നിങ്ങളും ഒക്കെ നമ്മുടെ ചില സാഹചര്യങ്ങളെ കുറിച്ചും ആവശ്യങ്ങളെ കുറിച്ചും ഒക്കെ വിചാരപ്പെടുന്നു. പക്ഷെ ദൈവം ഒരിക്കലും ദൈവത്തെക്കുറിച്ച് വിചാരപ്പെടുന്നില്ല. ദൈവം ഒരിക്കലും തന്നെ കുറിച്ച് ടെൻസ്ഡ് അല്ല. ദൈവം ഒരിക്കലും തന്നെ കുറിച്ച് വിചാരപ്പെടുന്നില്ല. ദൈവം തന്റെ മക്കളെ കുറിച്ച് വിചാരപ്പെടുന്നു. ഹല്ലേലൂയ. അതെങ്ങനെയുള്ള വിചാരമാ? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിമാനം
എത്ര അടി ഉയരത്തിലാ പറക്കുന്നതെന്ന് ആ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ സ്ക്രീനിൽ എഴുതി കാണിക്കും. ഹല്ലേലൂയ. ഒരു പാരച്യൂട്ടിൽ പറന്ന ഒരു മനുഷ്യൻ അറിയാം ആ മോണിറ്ററിൽ എത്ര അടി ഉയരത്തിലാണ് താൻ പറന്നതെന്ന്. എവറസ്റ്റ് കൊടുമുടിക്ക് എത്ര ഉയരമുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലോകത്തിലെ എല്ലാ പർവ്വതങ്ങളുടെയും ഉയരങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള വിചാരത്തിന്റെ ഹൈറ്റ്, അതിന്റെ ആ വിസ്തീർണം, ഉയരം, ആഴം, ഇത് രേഖപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നു. ആ ഭൂമി എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഹെവൻ എന്ന ചില ട്രാൻസ്ലേഷൻ വായിക്കുന്ന സ്വർഗവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്റെ മക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ അളക്കാൻ പറ്റാത്ത നിലകളിൽ, വർണ്ണിക്കാൻ കഴിയാത്ത നിലകളിൽ നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്ന, നിങ്ങളെക്കുറിച്ച് കൺസേൺ ഉള്ള ഒരു സ്വർഗീയ പിതാവ് നിങ്ങൾക്കുണ്ട്. എല്ലാ ആകുലതകളും, എല്ലാ ഭയങ്ങളും, എല്ലാ ആശങ്കകളും ഇന്ന് ഉള്ളത്തിൽ നിന്ന് പൂർണ്ണമായി മാറിപ്പോകട്ടെ. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിനോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. ഹല്ലേലൂയ. ഞാൻ വേദോത്സവം വായിക്കുന്ന സമയത്ത്, ദൈവവചനം പുതിയ നിയമഭാഗം വായിക്കുന്ന സമയത്ത് കർത്താവ് 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. ലൂക്കോസ് 9:1 വായിക്കുന്നു, അവൻ 12 വരെ തിരഞ്ഞെടുത്തു. ഈ അപ്പോസ്തലന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തിട്ട് തന്റെ ശുശ്രൂഷയിൽ തന്നോടൊപ്പം അവരെ കൊണ്ടു നടന്നു. എന്നാൽ ചിലയിടത്തൊക്കെ ഇവരെ കർത്താവ് അയച്ചിട്ടുണ്ട്. ഒരു ദിവസം കർത്താവ് യേശുക്രിസ്തു തന്റെ ക്രൂശ് മരണം അടുത്തിരുന്നതായ സമയത്ത്, തന്റെ ശുശ്രൂഷ ഈ ഭൂമിയിൽ അവസാനിക്കുവാൻ ചില ആഴ്ചകൾ കൂടെ മാത്രമുള്ള ആ സാഹചര്യത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇങ്ങനെയാണ്. യേശു പിന്നെയും അവരോട്, ലൂക്കോസ് 22:35, ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും ഉണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവും ഉണ്ടായില്ല എന്നവർ പറഞ്ഞു. ഇംഗ്ലീഷിലാണ് അത് കുറച്ചും കൂടെ വായിക്കുമ്പം നിങ്ങൾ കേട്ടിട്ടുള്ള ചില പദങ്ങൾ അതിൽ വരുന്നത്. വെൻ ഐ സെൻഡ് യു വിത്തൗട്ട് പേഴ്സ്, പേഴ്സ് നിങ്ങളുടെ എല്ലാം കയ്യിലുണ്ടല്ലോ അല്ലെ? വെൻ ഐ സെൻഡ് യു വിത്തൗട്ട് പേഴ്സ് ആൻഡ് സ്ട്രിപ്പ് ആൻഡ് ഷൂസ്, lacked you anything? And they said nothing. ഞാൻ നിങ്ങളെ പേഴ്സ് ഇല്ലാതെ, ഷൂസ് ഇല്ലാതെ, പൊക്കണം ഇല്ലാതെ, സഞ്ചി ഇല്ലാതെ, ബാങ്ക് ബാലൻസ് ഇല്ലാതെ, ബാങ്ക് ഡിപ്പോസിറ്റുകൾ ഇല്ലാതെ, യാതൊന്നും നിങ്ങളുടെ പക്കലില്ലാതെ നിങ്ങളെ പലയിടത്തും അയച്ചു. നിങ്ങൾ എന്റെ കൂടെ നടക്കുന്നു. നിങ്ങൾക്ക് എന്തിനെങ്കിലും ഈ നിമിഷം വരെ കുറവ് വന്നിട്ടുണ്ടോ? കർത്താവ് ചോദിച്ചു, യു ലാക്ഡ് എനിത്തിങ്? എന്തെങ്കിലും നിനക്ക് ലാക്ക് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ശിഷ്യന്മാരുള്ള സത്യം മുഖത്ത് നോക്കി പറഞ്ഞു. ആൻഡ് they said nothing. ഈ നിമിഷം വരെ നിന്റെ മുഖത്ത് നോക്കി ഇറങ്ങി ഞങ്ങൾക്ക് ഒരു കുറവും വന്നിട്ടില്ല. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ എത്ര പേർക്ക് ആ ലൈവ് ചാറ്റിൽ ഒരു ആമീൻ ടൈപ്പ് ചെയ്യാൻ പറ്റും? നിന്റെ മുഖം അന്വേഷിച്ച എനിക്ക്, ഹല്ലേലൂയ, നിന്നെ സേവിക്കുന്ന എനിക്ക് ഒരു കുറവ് ഒന്നിലും വരുവാൻ എന്റെ ദൈവമേ നീ അനുവദിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും ലാക്ക് ചെയ്തിട്ടില്ല കർത്താവെ. ഓരോ നിമിഷവും, ഓരോ സെക്കൻഡും, ഓരോ മണിക്കൂറും എന്റെ ദൈവം എന്നെ അത്ഭുതകരമായി നടത്തുന്നു എന്ന ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ചോദിച്ച ചോദ്യം കണ്ടോ? വല്ല കുറവുണ്ടായോ? ഞാൻ നിങ്ങളെ പേഴ്സും ബാഗും ചെരുപ്പും ഒന്നും ഇല്ലാതെ, വലിയ കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങളെ അയച്ചപ്പം എൻ്റെ മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും കുറഞ്ഞു പോയോ? നിങ്ങൾക്ക് ആഹാരം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. വസ്ത്രം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അത്ഭുതകരമായിട്ട് ഓരോ ദിവസവും നടക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ലാക്ക് ചെയ്തോ? ഇല്ല. ഇന്നലകളിൽ നിങ്ങളൊന്നും കൂട്ടി വെച്ചില്ലെങ്കിലും സ്തോത്രം, രാവിലെ 10 മണിക്ക് നടക്കേണ്ട ഒരു കാര്യം 9:55 ആയപ്പം കർത്താവ് കരുതി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ല കർത്താവേ, ഒന്നും എനിക്ക് ലാക്ക് ചെയ്തില്ല. ഇത് ശിഷ്യന്മാരുടെ മാത്രം ഉത്തരവാണോ? അതോ ഈ നിലയിൽ അനുഭവമുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? കർത്താവേ, ഞങ്ങൾക്ക് ഒരു കുറവും ഒന്നിനും ഉണ്ടായിട്ടില്ല. ഈ കോവിഡിന്റെ പ്രതിസന്ധി ലോകത്ത് മുഴുവൻ നിൽക്കുമ്പോൾ, പലരും പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, പലരും പല ആവശ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പലരും ബുദ്ധിമുട്ടാന്നൊക്കെ പറയുമ്പോഴും എന്നെ കേൾക്കുന്ന എത്ര ദൈവമക്കൾക്ക് പറയാൻ പറ്റും, എൻ്റെ അപ്പാ, എൻ്റെ കർത്താവേ, ഈ നിമിഷം വരെ, ഈ സെക്കൻഡ് വരെ എന്നെയും എൻ്റെ കുടുംബത്തെയും
നീ അത്ഭുതകരമായി പരിപാലിച്ചു. ശിഷ്യന്മാർ പറഞ്ഞതുപോലെ ഞാനും പറയാ, കർത്താവേ, ഞങ്ങൾക്ക് ഒരു കുറവും വരുത്തുവാൻ ഞങ്ങളുടെ അപ്പ അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. അതാ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത്, ഞാൻ വായിച്ചത്, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ തന്റെ പിതാവിനോട് യാചിക്കുന്നവർക്ക് അവൻ നന്മ എത്ര അധികം കൊടുക്കും. ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു, നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവകരമുണ്ട്, നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്, നമ്മളെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ വർധനവിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എത്ര പേർ എന്നോട് കൂടെ ചേർന്ന് വിശ്വസിക്കുന്നു? കാരണം അത് ബൈബിളിലെ എല്ലാ അനുഗ്രഹങ്ങളും, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സകല നന്മകളും വിമർശിക്കുന്നവർക്കുള്ളതല്ല, കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നവർക്കുള്ളതല്ല, അത് വിശ്വസിക്കുന്നവർക്കുള്ളതാ, വിശ്വസിച്ചേറ്റെടുക്കുന്നവർക്കുള്ളതാ. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നാ തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകുന്നത്. വിശ്വസിക്കുന്നവരാലാ ഈ അടയാളങ്ങൾ നടക്കുന്നത്. വിശ്വസിക്കുന്നവരാ രക്ഷിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവരാ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവരാ സൗഖ്യം പ്രാപിക്കുന്നത്. വിശ്വസിക്കുന്നവരാ എരിഹോ മതിലിനെ വീഴ്ത്തുന്നത്. വിശ്വസിക്കുന്നവരാ സിംഹത്തിന്റെ വായടയ്ക്കുന്നത്. വിശ്വസിക്കുന്നവരാ തീയുടെ ബലം കെടുത്തുന്നത്. വിശ്വസിക്കുന്നവരാ മരിച്ചവരെ ഉയർപ്പിക്കുന്നത്. വിശ്വസിക്കുന്നവരാ യോർദാൻ കടക്കുന്നത്. വിശ്വസിക്കുന്നവരാ തിരയെ ശാസിക്കുന്നത്. ഹല്ലേലൂയ. ബൈബിളിലെ എല്ലാ ബ്ലെസ്സിങ്ങുകളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ഒരുക്കിയിരിക്കുന്നത് അവിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും വിമർശിക്കുന്നവർക്ക് വേണ്ടിയുമല്ല, അത് വിശ്വസിച്ചേറ്റെടുക്കുന്നവർക്ക് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് ഇന്ന് പകലിൽ വിശ്വസിക്കാൻ കഴിയുന്നു, എന്റെ കർത്താവിന് വ്യക്തിപരമായ എന്റെ ജീവിതത്തിൽ ഒരു വർധനവിനെ, ഒരു നന്മയെ കൊണ്ടുവരുവാൻ കഴിയുമെന്ന്? സങ്കീർത്തന പുസ്തകം 107:38 അവിടെ എഴുതിയിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി. ഒന്ന് വായിച്ചേ പാസ്റ്റർ ജിമോൻ, 107:38. അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി, അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകുവാൻ അവൻ ഇടവരുത്തിയതുമില്ല. Also he blesses them and they multiply greatly. Hallelujah. അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി, മൾട്ടിപ്ലൈ ചെയ്തെന്ന. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവം 10+10 എന്നെഴുതി 20 എന്നാക്കി തരുന്നവനല്ല. ഹല്ലേലൂയ. God is the God of multiplication. നമ്മുടെ ദൈവം വർധനവിന്റെ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിലൊന്ന് വിശ്വസിക്കാവോ? അവൻ അനുഗ്രഹിച്ചാൽ അതിനകത്ത് വർധന ഉണ്ടാകും. അവൻ അനുഗ്രഹിച്ചിട്ട് അവരത്യന്തം പെരുകി, അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകാൻ ഇടവരുത്തിയില്ല. ആമേൻ. എന്നെ കേൾക്കുന്നവരെ, ഏത് പരാജയപ്പെട്ടവനെയും, ഏത് തകർന്നവനെയും, ഏത് ഇല്ലായ്മയായി തീർന്നവനെയും എന്റെ കർത്താവ് അനുഗ്രഹിച്ചാൽ അവന്റെ ജീവിതത്തിൽ ഒരു വർധന ഉണ്ടാകും. എന്റെ ജീവിതത്തിൽ ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് പല ആൾക്കാർക്കും ഇത് വ്യക്തിപരമായിട്ട് ഒരുപക്ഷെ ഏത് നിലയിൽ അവരെടുക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അവര് പോലും ഇത് അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവരുടെ കഴിഞ്ഞകാല ജീവിതം ഒന്ന് എടുത്തിട്ട് അവരെ ദൈവം നടത്തിയതും ദൈവം അവരെ മാനിച്ചതും ഓർത്താൽ 107 സങ്കീർത്തനത്തിന്റെ 38 അവരുടെ അനുഭവമാ. ഇനി ആ അനുഭവം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ, ആ അനുഭവത്തിലേക്ക് നിങ്ങൾ വന്നില്ലെങ്കിൽ, ഈ വചനം വിശ്വസിക്കും. ഇതും കേട്ടോണ്ടിരുന്ന് വേറെ കാര്യങ്ങൾ ചിന്തിച്ചോണ്ടിരിക്കാതെ ഇത് വിശ്വസിക്കുക. എന്റെ കർത്താവ് അനുഗ്രഹിച്ചാൽ അത്യന്തം വർധനവുണ്ടാകുമെന്ന് വിശ്വസിക്കുക. അവൻ അനുഗ്രഹിച്ചിട്ട് അത്യന്തം പെരുകി, അവരുടെ കന്നുകാലികൾ ഒന്നും കുറഞ്ഞു പോകാനിട വന്നില്ല. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് എപ്പോഴും, ഞാനും നിങ്ങളും ഒക്കെ ഈ അനുഗ്രഹിക്കപ്പെടുന്നത്, ബ്ലെസ്ഡ് ആകുന്നത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണോ? അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, 1-2 വാക്യങ്ങൾ വായിച്ചു കേട്ടത്. പ്രൈസ് ഗോഡ്. ഈ എബ്രായർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരണം. 6-ാം അധ്യായത്തിന്റെ 13, 14, 15 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെയും കൊണ്ട് സത്യം ചെയ്യാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. ഒന്ന് വായിച്ച ആ ഭാഗം. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. അപ്പൊ അബ്രഹാമിനോട് ദൈവം ഒരു പ്രോമിസ് കൊടുത്തു, ഒരു വാഗ്ദത്തം കൊടുത്തു. എന്താണ് വാഗ്ദത്തം? ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ഗോഡ്. എന്നിട്ട് ദൈവം ഈ വാഗ്ദത്തം അബ്രഹാമിന് നേരിട്ടാ കൊടുക്കുന്നേ. കാരണം അനുഗ്രഹിക്കുവാൻ യോഗ്യനായവൻ, അനുഗ്രഹിക്കുവാൻ കഴിവുള്ളവൻ, വർദ്ധിപ്പിക്കുവാൻ കഴിവുള്ളവൻ വേറെ ആരുമില്ല. വേറൊരുത്തനെയും കൊണ്ടും സത്യം ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട്
ദൈവം തന്നെ ഒരു പ്രോമിസ് അബ്രഹാമിന് കൊടുക്കുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. എന്നാൽ ഈ വാഗ്ദത്തം കേട്ട അബ്രഹാം, ഇതൊന്നും എനിക്ക് വേണ്ട, ഈ അനുഗ്രഹമൊന്നും എനിക്ക് വേണ്ട, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, പ്രൈസ് ഗോഡ്, വേറെ ആരാണ്ടൊക്കെ പറയുന്നത് കേട്ട് നെഗറ്റീവും ചിന്തിച്ച് ഞാൻ നടന്നോളാം എന്നല്ല ചിന്തിച്ചത്. 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് ഈ വാഗ്ദത്തത്തെ അവൻ പ്രാപിച്ചു. കർത്താവ് എന്നെ ബ്ലസ് ചെയ്യുമെന്നും ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്നും ദൈവം എന്നെ മാനിക്കുമെന്നും പരിശുദ്ധാത്മാവിനെ എന്നെ ഉപയോഗിക്കാൻ കഴിയുമെന്നും വർധനവിന്റെ ദൈവം എന്നെ വർദ്ധിപ്പിക്കുമെന്നും അനുഗ്രഹത്തിന്റെ ദൈവം എന്നെയും എൻ്റെ തലമുറയും ദേശത്തെയും ഈ അനുഗ്രഹം, ബ്ലസ്സിങ്, അനുഗ്രഹം എന്ന് പറയുന്നത് കേവലം ഭൗതിക വിഷയമായിട്ട് മാത്രം എടുക്കുന്നതാണ് ഈ തെറ്റ്. ഈ ബ്ലസ്സിങ് എന്ന അനുഗ്രഹം എന്ന് പറയുന്നത് സത്യത്തിൽ അബ്രഹാം ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടത് ആത്മീയ വിഷയമായിട്ടാണ്. ഹല്ലേലൂയ. ദൈവം ഒരുത്തനെ ബ്ലസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കേവലം ഭൗതിക മാത്രമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ കൺസെപ്റ്റിനാണ് ആദ്യം ഒരു മാറ്റം വരുത്തേണ്ടത്. ദൈവത്തിന് എല്ലാ നിലകളിലും അനുഗ്രഹിക്കാൻ കഴിയും, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. യിരെമ്യാ 32:27, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യം ഉണ്ടോ എന്നാ യിരെമ്യാ 32:27 ചോദിക്കുന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എന്നോട് കൂടെ വിശ്വസിക്കുന്ന ഒരു ആമീൻ പറഞ്ഞേ, എന്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് അബ്രഹാം കേട്ട ഈ വാഗ്ദത്തത്തെ പ്രാപിക്കേണ്ടതിന് ക്ഷമയോടെ, നമുക്കില്ലാത്തൊരു സാധനം അബ്രഹാമിനുണ്ടായിരുന്നു, എന്താ? ക്ഷമയോടെ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ഈ വാഗ്ദത്ത വിഷയം അബ്രഹാം പ്രാപിച്ചു. ഹല്ലേലൂയ. ഞാനൊരു സത്യമായ കാര്യം തിരുവെഴുത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയത്, ഞാനും നിങ്ങളും ആത്മീകമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മളെ ഓരോരുത്തരെയും ഈ അബ്രഹാമി അനുഗ്രഹത്തിന്റെ അകത്ത് ദൈവം കൊണ്ടുവന്നത്. സത്യമല്ലേ? വേറെ ആരുടെയൊക്കെ കെയർ ഓഫിൽ ദൈവത്തിന് നമ്മളോട് ഇടപെടാം. എന്തുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കി വെച്ചത്? വിശുദ്ധ ബൈബിളിൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനം എടുക്കണം, എല്ലാവരും എടുക്കണം, അല്ലെങ്കിൽ ഈ ലൈവ് ചാറ്റിൽ അത് നിങ്ങൾ പേസ്റ്റ് ചെയ്യണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6, 7, 8 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. വിശ്വാസികളെല്ലാം കൂടെ ഒരു ഹല്ലേലൂയ പറഞ്ഞു, വിശ്വാസികളെല്ലാം കൂടെ ഒന്ന് സ്തോത്രം ചെയ്ത്. ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ലേവ്യ പുസ്തകത്തിൽ നിന്നല്ല, പുതിയ നിയമത്തിലെ ലേഖനമാണ് വായിക്കുന്നത്. വിശ്വാസികളെല്ലാം കൂടെ ചേർന്ന് കർത്താവിനെന്ന പുതിയ നിയമ വിശ്വാസികൾ ഒന്ന് സ്തോത്രം ചെയ്തേ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുന്നിൽ കണ്ടിട്ട്, നിന്നിൽ സകല ജാതികളും, ആ നിന്നിൽ എന്നുള്ള പദം ആരെ കുറിച്ചാ? അബ്രഹാമിനെ കുറിച്ചാ പറയുന്നത്. നിന്നിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പദം, അബ്രഹാമിനോട് ദൈവം ഒരു സുവിശേഷം അറിയിച്ചെന്ന്. സുവിശേഷം എന്ന് പറയുന്നത് തന്നെ പുതിയ നിയമത്തിൽ കാണപ്പെടുന്ന അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അബ്രഹാമിനോട് ദൈവം അറിയിച്ച സുവിശേഷം എന്താ? അബ്രഹാമേ, നീ നിമിത്തം ഈ ഭൂമിയിലുള്ള സകല ജാതികളും നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ തൊട്ടു മുകളിൽ എഴുതിയിരിക്കുന്നു, വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. 6-ാം വാക്യം പറയുന്ന, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ആ വിശ്വസിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലൊരു പദം ആശ്രയിച്ചു എന്ന് പറയുന്നതാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവാശ്രയമാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. ഞാൻ ആശ്രയിക്കുന്ന ഒരാളിനെ മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ കഴിയൂ. എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരാളിനെ എനിക്ക് ആശ്രയിക്കാൻ പറ്റില്ല. എനിക്കൊരാളെ ട്രസ്റ്റ് ചെയ്യാൻ, എനിക്കൊരാളെ ആശ്രയിക്കാൻ പറ്റുന്നില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നെങ്കിൽ എനിക്ക് ആ മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് അതിൻ്റെ അർത്ഥം. പ്രൈസ് ഗോഡ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അബ്രഹാം ദൈവത്തിൽ ആശ്രയിച്ചു എന്നാണ്. അതവന് നീതിയായി കണക്കിട്ടു. കർത്താവിൽ ആശ്രയിക്കുന്നവർ, അവനിൽ വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് വിശ്വാസികളെ, എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളത്രേ അബ്രഹാമിന്റെ മക്കളെന്ന് അറിവീൻ. ജാതികളായ ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ അബ്രഹാമിനെ സ്വർഗത്തിലെ ദൈവം ഒരു പിതാവാക്കി വെച്ചു.
9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. വിശ്വാസികൾ ശ്രദ്ധിച്ച് കേട്ടോണം, അല്ലാത്തവർ കുറച്ചു നേരം മിണ്ടാതിരിക്കുക, ചെവി പൊത്തിയിരിക്കുക. വിശ്വാസികൾ മാത്രം കേൾക്കുക. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ ചേർന്ന്, നമ്മൾ പറയത്തില്ലേ ചേർന്ന് ദൈവത്തെ സ്തുതിക്കാന്നൊക്കെ, അബ്രഹാമിനോട് ചേർത്ത് വെച്ച് സ്വർഗത്തിലെ ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വചനത്തിനകത്തൂടെ ഉറപ്പിച്ചുകൂടെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും, വിശ്വാസികളായ ഞാനും നിങ്ങളും അബ്രഹാമ്യ അനുഗ്രഹങ്ങൾക്ക് യേശു ക്രിസ്തുവിലൂടെ അവകാശിയാണെന്ന്? ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ വാ തുറന്ന് പറയണം, ഞാൻ പിശാചിന്റെ അടിമയല്ല, ഞാൻ അബ്രഹാമ്യ അനുഗ്രഹത്തിന്റെ അവകാശിയാന്ന് പറയണം. ഞാൻ പൈശാചിക മണ്ഡലത്തിന്റെ അടിമയല്ല, ഞാൻ അബ്രഹാമ്യ അനുഗ്രഹത്തിന്റെ അവകാശിയാണ്. എങ്ങനെയായി അബ്രഹാമ്യ അനുഗ്രഹം ജാതികളായ എന്റെയും നിങ്ങളുടെ മേളിൽ വന്നേ? അതാ ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നേ, മരത്തിന്റെ മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. എന്തിനു വേണ്ടി? അവിടെ നമ്മൾ ആ വാക്യം ഇങ്ങനെ വായിച്ചിട്ട് ഇതുകൂടെ ചിന്തിക്കണം. എന്തിനു വേണ്ടി എന്നെ വിലയ്ക്ക് വാങ്ങി? എന്തിനു വേണ്ടി കർത്താവ് മരത്തിൽ തൂങ്ങി? എന്തിനു വേണ്ടി കർത്താവ് ന്യായപ്രമാണത്തിന്റെ ശാപത്തിന്റെ കീഴിൽ നിന്നും എന്നെ വീണ്ടെടുത്തു? 14-ാം വാക്യം, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തം എന്നെ വിലയ്ക്ക് വാങ്ങിയത് ശാപത്തിന്റെ, തകർച്ചയുടെ, പാപത്തിന്റെ, ബന്ധനത്തിന്റെ അടയാളമായ മരക്കുരിശിൽ നമ്മുടെ നാഥൻ, നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവമായ യേശു ക്രിസ്തു പരമയാഗമായി തീർന്നത്, ആ പരിശുദ്ധ രക്തം കൊടുത്ത് സഭയെ, എന്നെ, നിങ്ങളെ അവൻ വിലയ്ക്ക് വാങ്ങിയത് അബ്രഹാമ്യ അനുഗ്രഹം യേശു ക്രിസ്തു മുഖാന്തരം ജാതികൾക്ക് വരേണ്ടതിനാ. ഞാനും നിങ്ങളും യഹൂദന്മാരല്ല, ഞാനും നിങ്ങൾ ഒരിക്കലും അബ്രഹാമ്യ സന്തതികൾക്ക് ആവാൻ അവകാശികളല്ല. ദൈവത്തിന്റെ ജനമെന്ന് വിശേഷിപ്പിക്കുന്നത്, വിളിക്കുന്നത്, ഇന്നും ആയിരിക്കുന്നത് യഹൂദന്മാരാണ്. പക്ഷെ കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവായ ക്രിസ്തുവിനോടുകൂടെ ചേർത്തൊട്ടിച്ച് നമ്മളെ വീണ്ടെടുത്ത് ന്യായപ്രമാണത്തിന്റെ നടിച്ചുവരുകളെ ഇടിച്ചു കളഞ്ഞ് യേശു ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവാകുന്ന ദൈവം നമ്മെ അനുഗ്രഹിച്ചു. അപ്പൊ നമ്മെ അനുഗ്രഹിക്കാൻ ദൈവം ഒരു സ്കെയില് വെച്ചത് അബ്രഹാമ്യ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. അബ്രഹാമ്യ സന്തതി അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മൾ ഓർത്തോണം, നമ്മളുടെ കൺസെപ്റ്റുകൾക്ക്, നമ്മുടെ ചിന്താഗതികൾക്ക് വ്യത്യാസം വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നേ. ഞാൻ പരാജിതനാന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ, എന്റെ അവസ്ഥ ഇതാന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ, ഇതിനപ്പുറത്തോട്ട് എനിക്ക് ഉയരാൻ കഴിയില്ല, നന്മ പ്രാപിക്കാൻ കഴിയില്ല, ആത്മീകമായി വളരാൻ കഴിയില്ല, പ്രയോജനപ്പെടാൻ കഴിയില്ലെന്നൊക്കെ സ്വന്തമായി വിലയിരുത്തിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ അതിൽ തന്നെ പെട്ടുപോകും. നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ ചിലരെ നോക്കി പറയാം, നീ എന്താണോ വിശ്വസിച്ചു വെച്ചിരിക്കുന്നത് അതാണ് നിന്റെ അനുഭവം. നീ എന്താണോ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അതാണ് നിന്റെ ജീവിതം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ചിന്താഗതികൾക്കകത്ത്, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ വചനം വീഴട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ കുറെ കൺസെപ്റ്റുകളല്ല, മാറ്റമില്ലാത്ത തിരുവെഴുത്തെടുത്ത വായിപ്പിക്കുന്ന. എന്നാലും ചിലർക്ക് ഇത് മറവാകും. കാരണം അവൻ രക്ഷപ്പെടരുതെന്ന പിശാചിന്റെ ആഗ്രഹം. എന്നാലും ചിലതിന്റെ ഹൃദയത്തെ ദൈവം മറച്ചു കളയും. അതുകൊണ്ട് പ്രാർത്ഥനയോട് ഇത് ശ്രദ്ധിക്കണം. പ്രാർത്ഥനാപൂർവം ഈ ആലോചനയെ വ്യക്തിപരമായിട്ട് ഏറ്റെടുക്കണം. അബ്രഹാമ്യ സന്തതി അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ജാതികളായ നമ്മൾ യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്താൽ, യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ, ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പിനാൽ അബ്രഹാമ്യ അനുഗ്രഹത്തിന്റെ കീഴിലായിരിക്കുന്നു. ഈ യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 51-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിൽ പറയുകയാണ്, നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത മാറയിലേക്കും
നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളുടെ പിതാവായ അബ്രഹാമെങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായെങ്കിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഞാൻ അവനെ ഏകനായി വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ മുകളിലേക്ക് ദൈവം പകരുന്ന അനുഗ്രഹം ഏത് സ്കെയിലില്ല, ഏത് അളവില്ല? അബ്രഹാമി അനുഗ്രഹമാ. ഹല്ലേലൂയ. അപ്പോ അബ്രഹാമിനെ എങ്ങനെയാ ദൈവം അനുഗ്രഹിച്ച്? ഏകനായി വിളിച്ച്, ഒറ്റയ്ക്ക് കർത്താവിന് വേണ്ടി ദൈവമുഖം അന്വേഷിച്ച് വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ച മനുഷ്യൻ അബ്രഹാം. വിഗ്രഹങ്ങളെ ആരാധിച്ചും വിഗ്രഹങ്ങളെ വിറ്റും നടന്ന മനുഷ്യൻ, ഒരു വഴിയോര കച്ചവടക്കാരൻ, ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഒരുപക്ഷെ പ്രതിസന്ധികളും പരാജയങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് സാധാരണ നിലകളിൽ ജീവിച്ചൊരു വ്യക്തിത്വം. ആ മനുഷ്യന്റെ ജീവിതം അപ്പാടെ മാറിയത്, ആ മനുഷ്യന്റെ ജീവിതം ഒരു ചരിത്രമായി തീർന്നത്, ആ മനുഷ്യന്റെ ജീവിതം ആ വ്യക്തിക്ക് അബ്രഹാമിന് മാത്രമല്ല, അബ്രഹാമിലൂടെ ഇന്ന് ഈ തലമുറയിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരും അനുഗ്രഹിക്കപ്പെട്ടത് ആ വ്യക്തി എടുത്ത ചില തീരുമാനങ്ങളാണ്, അബ്രഹാം എടുത്ത ചില ഡിസിഷൻസ് ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് പോകാ എന്ന് പറയുമ്പോൾ മറു ചോദ്യമില്ലാതെ കർത്താവിന് വേണ്ടി വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ച ആ ചുവടുവെപ്പാണ്. അതുകൊണ്ട് യെശയ്യാ 51:2 വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. നമുക്കറിയാം, സാറ ഒറ്റ മകനെയാ പ്രസവിച്ചത്. ആ മകന്റെ പേര് ഇസ്ഹാക്ക് എന്നാണ്, അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. നിങ്ങളെ പ്രസവിച്ച സാറ എന്നാണ് എഴുതിയിരിക്കുന്നത്. സാറ ഒരു ബഹു കൂട്ടത്തിന്റെ അമ്മയായി മാറുന്നു. അബ്രഹാം ബഹുജാതികളുടെ പിതാവായി തീരുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ അവനെ ഒറ്റയ്ക്ക് വിളിച്ചിറക്കി, ഏകനായി വിളിച്ച് അവനെ അനുഗ്രഹിച്ച് അവനെ വർദ്ധിപ്പിച്ചു. ഈ ദൈവത്തെ തന്നെയാ ഞാൻ സേവിക്കുന്നതെന്ന് ഉറപ്പുള്ള ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ അബ്രഹാം സേവിച്ച, അബ്രഹാമിനെ വിളിച്ച അതേ ദൈവ എന്നെയും വിളിച്ചെന്ന് ഉറപ്പുള്ള ഒരു ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഞാൻ അവനെ ഏകനായി വിളിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോ ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. കർത്താവ് എന്നെ വിളിച്ചത് തന്നെ എന്നെ അനുഗ്രഹിക്കാനാ. ഒരു സംശയം എനിക്ക് അതിനകത്തില്ല. വാ തുറന്ന് പറഞ്ഞ്, എന്നെ വിളിച്ചത് തന്നെ, എന്നെ എന്റെ കർത്താവ് വേർതിരിച്ചത് തന്നെ തീർത്ത് കളയാനല്ല, തകർത്ത് കളയാനല്ല, അനുഗ്രഹിക്കപ്പെടാനാ. ഞാൻ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഉന്നതമാക്കുമെന്ന ആവർത്തനം 28:1 എഴുതിയിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ആ വചനത്തെ, ഞാൻ ഏറ്റെടുക്കുന്നു ആ വചനത്തെ. ഹല്ലേലൂയ. വിശ്വാസികൾ അടിമകളല്ല, അടിമത്വം തകർക്കണം. അബ്രഹാമിയ സന്തതി വിടുതലുകൾക്ക് അവകാശിയാണ്. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിയ സന്തതിയെ തിരിച്ചറിവുണ്ടാകട്ടെ. പ്രാർത്ഥിച്ച അന്യഭാഷയിൽ അബ്രഹാമിയ സന്തതി എല്ലാ വിടുതലുകൾക്കും അവകാശിയാണ്. കാര്യം ഞാൻ 1-2 കാര്യങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് എടുത്തു പറയാം. ഗലാത്യർ 3:7 പറയുന്നുണ്ട്, അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കളെന്ന് അറിവീൻ. അതുകൊണ്ടാ വേദപുസ്തകത്തിനകത്ത് പോലും പുതിയ നിയമത്തിനകത്ത് യേശുക്രിസ്തു പല മിറക്കിളുകളും ചെയ്തപ്പോൾ അത്ഭുതങ്ങൾ നടക്കാൻ സാധ്യതയില്ലാത്തിടത്ത് പോലും അവൻ അത്ഭുതം ചെയ്തത് അബ്രഹാമിയ സന്തതികൾക്ക് വേണ്ടിയാണ്. ലൂക്കോസ് 13:16 വായിക്കുമ്പോൾ, ലൂക്കോസ് 13:16, എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്. സാത്താൻ 18 വർഷമായി ബന്ധിച്ചിരുന്ന ഇവളെ, അന്നത്തെ ദിവസം അതൊരു ശബത്ത് ദിവസമാണ്, അല്ലേ? ആ ശബത്ത് ദിവസത്തിൽ വൈദിവൃത്തി നടത്താൻ പാടില്ല. ആ ലൂക്കോസ് സുവിശേഷം 13-ാം വാക്യം ഒന്ന് വായിക്കുക പാസ്റ്ററെ. ഒരു ശബത്തിൽ അവനൊരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. ഒരു ശബത്തിൽ അവനൊരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അന്ന് ശബത്ത് ദിവസമാണ്. ശബത്തിൽ വൈദിവൃത്തി നടത്താൻ പാടില്ല, ശബത്തിൽ രോഗികളെ സൗഖ്യമാക്കാൻ പാടില്ല, ശബത്തിൽ ജോലി ചെയ്യാൻ പാടില്ല. ശബത്തിൽ സ്വസ്ഥതയോടിരുന്ന് ദൈവത്തെ ആരാധിക്കുകയും തോറ ന്യായപ്രമാണം വായിക്കുകയും മാത്രമാണ് ചെയ്യേണ്ടത്. പക്ഷെ ആ ദിനത്തിൽ ഒരു അത്ഭുതം നടക്കുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത്, ആ ദേവാലയത്തിനകത്ത് ഒരു കൂനിയായ സ്ത്രീ ഉണ്ടായിരുന്നു.
ആ കൂനിയായ സ്ത്രീയെ ഇത്രയും പുരുഷാരത്തിന്റെ മധ്യയെ കർത്താവ് വിളിച്ച് സൗഖ്യമാക്കിയ ഉടനെ പള്ളിയിലുള്ളവരെല്ലാം ഇളകി. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, ശബത്ത് ദിവസത്തിൽ നീ എന്തിനാണ് അവളെ സൗഖ്യമാക്കിയത്? എന്തിനാണെന്ന് വൈദ്യവൃത്തി നടത്തിയത്? അല്ലെങ്കിൽ എന്തിനാണ് അവളെ ഹീൽ ചെയ്തത്? ഒരു ചരിത്രത്തെയാണ് നീ ബ്രേക്ക് ചെയ്തത്. ഒരു പാരമ്പര്യത്തെയാണ് നീ ഇല്ലാതെയാക്കിയത്. ആ സമയത്ത് യേശു പറഞ്ഞ ഉത്തരമാ 16-ാം വാക്യം. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിന് പറയാനുള്ളത്, ഇനി എന്തോ പാരമ്പര്യമാണെങ്കിലും, ഇനി എന്തോ പ്രമാണമാണെങ്കിലും, ഇന്ന് വൈദിവൃത്തി നടത്താൻ പാടില്ലെങ്കിലും അബ്രഹാമിന്റെ സന്തതി ബന്ധനത്തിൽ കിടക്കാൻ പാടില്ല. അബ്രഹാമിയ സന്തതി സാത്താനി ബന്ധനത്തിൽ ഇരിക്കാൻ പാടില്ല. അബ്രഹാമിയ സന്തതി കൂനി നടക്കാൻ പാടില്ല. അബ്രഹാമിയ സന്തതി അനുഗ്രഹിക്കപ്പെടാനുള്ളതാണ്. അബ്രഹാമിയ സന്തതി സൗഖ്യം അനുഭവിക്കാനുള്ളവരാണ്. അബ്രഹാമിയ സന്തതി ദൈവത്താൽ മാനിക്കപ്പെടാനുള്ളവരാണ്. അവിടുത്തെ എല്ലാ നിബന്ധനകളെയും തകർത്ത് ആ ബന്ധനം അഴിച്ചു. യഹൂദന്മാരും പരീശന്മാരും വെച്ചിരുന്ന ഒത്തിരി നിബന്ധനകൾ ആ പള്ളിയിൽ ഉണ്ടായിരുന്നു. ആ നിബന്ധനകളെ മുഴുവൻ തകർത്തുകൊണ്ടാണ് അവളുടെ ബന്ധനത്തെ 18 വർഷമായി സാത്താൻ ബന്ധിച്ച ബന്ധനത്തെ അഴിച്ചു തന്നിട്ട് കർത്താവ് പറഞ്ഞു, മറ്റൊരു റീസണും അതിനില്ല, മറ്റൊരു കാരണം അതിനില്ല. ഒറ്റ കാരണേ അതിനുള്ളൂ, അവൾ അബ്രഹാമിയ സന്തതിയാ. ഹല്ലേലൂയ. മാനുഷികമായ പരിമിതികളെ അബ്രഹാമിയ സന്തതിക്കായി മാറ്റിക്കൊണ്ട് നിബന്ധനകളെ തകർത്ത് കർത്താവ് അവിടെ ബന്ധനത്തെ അഴിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം സഹോദരങ്ങളെ, അബ്രഹാമിയ സന്തതികൾ സൗഖ്യത്തോടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്ന യേശുവിനെ കുറിച്ച്. അബ്രഹാമിയ സന്തതികൾ പൈശാചിക ബന്ധനത്തിൽ കിടക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഇതാ ചിലരുടെ അകത്തൊരു വെളിപ്പാടായി കയറുന്നെങ്കിൽ, ദീർഘമാസങ്ങളായി, വർഷങ്ങളായി, നാളുകളായി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അടക്കി വാഴുന്ന ചിലത് ഈ സഹോദരിയെ പോലെ 10, 18, 15, 14, 4, 5 വർഷങ്ങളായി നിന്റെ കുടുംബത്തിന് വിരോധമായി നിൽക്കുന്ന ചിലത് നീ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ കർത്താവിന് നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയും. താഴ്ച മാത്രം കണ്ടുകൊണ്ട്, അധോഗതി മാത്രം കണ്ടുകൊണ്ട് കൂനി നടക്കുന്ന നിന്റെ ജീവിതത്തെ നിവർത്തി നിർത്തി, നിന്നെ പരിഹസിച്ചവരുടെ മുൻപിൽ നിന്റെ തലയെ ഉയർത്തി നിർത്തി, നീ തകർന്നു പോകുമെന്ന് വിധി എഴുതിയവരുടെ മുൻപിൽ നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഒറ്റ കാര്യം വിശ്വസിക്കണം, യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ചതിനാൽ വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ. ഞാൻ അബ്രഹാമിയ അനുഗ്രഹത്തിന്റെ അവകാശിയാണെന്നുള്ള ബോധ്യമല്ല, തിരിച്ചറിവ് വേണം. അറിവുമുണ്ട്, തിരിച്ചറിവുമുണ്ട്. ഹല്ലേലൂയ. ആ തിരിച്ചറിവ് ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റൊരു സംഭവം ലൂക്കോസ് 19-ലാണ്. 19-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ എരിഹോവിലെത്തി. കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. യേശു എന്ന് വായിച്ച ഭാഗം, യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചരിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ 9-ാമത്തെ വാക്യത്തിൽ യേശു അവനോട് പറയുകയാണ്, യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാണല്ലോ മനുഷ്യപുത്രൻ വന്നത്. സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ ചുങ്കക്കാരനാണ്, പാപിയാണ്, സമൂഹത്തിൽ സാക്ഷിയില്ലാത്തവനാണ്, ആൾക്കാർ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറും ഫിഗറും അല്ല. പക്ഷെ ആ സക്കായി യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ഒരു ശ്രമം നടത്തി. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, യേശുവിനെ അറിയാനും യേശുവിനെ കാണാനും കർത്താവിന്റെ വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു ശ്രമം നിങ്ങൾ നടത്തിയാൽ ആ ശ്രമം ഒരിക്കലും വിഫലമായി പോകില്ല. ആ ശ്രമം ഒരിക്കലും ഒരു പരാജയമായി പോകില്ല. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ, അനുഗ്രഹിക്കപ്പെടാൻ, ഉയരാൻ, മാനിക്കപ്പെടാൻ പലതും നിങ്ങൾ ശ്രമിച്ചിട്ടും പരാജയം ഏറ്റുവാങ്ങിയ വ്യക്തിയാണെങ്കിൽ, പലതും ജീവിതത്തിൽ നന്മയ്ക്ക്, സമാധാനത്തിന്, അനുഗ്രഹത്തിന്, സ്വസ്ഥതയ്ക്ക്, വിടുതലിന് ആമീനൊക്കെ ശ്രമിച്ചുകൊണ്ട് പല ശ്രമങ്ങളും പരാജയപ്പെട്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് ഈ സന്ദേശത്തിൽ പറയുന്നു, ട്രൈ ജീസസ്. യേശുവിനെ ഒന്ന് ശ്രമിക്കൂ, അവനിലൊന്ന് വിശ്വസിക്കാൻ മനസ്സിനെ വിട്ടുകൊടുക്കൂ. അവന്റെ വചനം, കർത്താവിന്റെ വചനം ഒന്ന് വായിക്കൂ.
യേശുക്രിസ്തുവിൽ ആശ്രയിക്കൂ. കർത്താവ് യേശുവിലേക്ക് വരൂ. ജീസസ് നെവർ ഫെയിൽസ്. കർത്താവ് ഒരിക്കലും അവന്റെ വചനം പരാജയപ്പെടത്തില്ല, ഒരിക്കലും പരാജയപ്പെടത്തില്ല. യേശുവിനെ കാണാനുള്ള സക്കായിയുടെ ശ്രമം, ആ ശ്രമത്തിന് വിപരീതമായിട്ട് അവിടെ സാഹചര്യം വന്നേ. മുമ്പിലുള്ളവരെല്ലാം ഭയങ്കര ഹൈറ്റ് ഉള്ളവരാ. ഈ വലിയ പൊക്കം കൂടി അച്ചായനെയും അമ്മാമയും കാരണം, വലിയ പാരമ്പര്യം പറയുന്ന, വലിയ വിശുദ്ധിയൊക്കെ പറയുന്ന ചിലതിനെ കാരണം ചിലതിന് യേശുവിനെ കാണാൻ പറ്റുന്നില്ലെന്നുള്ളതും ഒരു സത്യമാണ്. സ്തോത്രം, പ്രൈസ് ഗോഡ്. ഞങ്ങൾ മാത്രം കണ്ടാൽ മതി എന്ന് അവർ പറയുന്നു. എന്നാൽ ആ മനുഷ്യൻ എന്താ ചെയ്തേ? ആ മനുഷ്യൻ ചെയ്തത് കർത്താവിനെ കാണാനുള്ള അവന്റെ ആ വാഞ്ച ഹൃദയത്തിൽ നിന്ന് വന്നത്, ഉള്ളത്തിൽ നിന്ന് വന്നത്. അതുകൊണ്ട് ഒരു ഇഞ്ച് അവൻ പുറകോട്ട് പോയില്ല, കണ്ടേച്ചേ പോവുള്ളൂ. അങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. ഇന്ന് പകൽ ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കും. ഇന്ന് ആ സൗഖ്യം ഞാൻ ഏറ്റെടുക്കും. ഇന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ കർത്താവെ, എന്നെ ദൈവമേ, യാക്കോബ് പറഞ്ഞ പോലെ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഹല്ലേലൂയ. സക്കായി ആ മുന്നോട്ടോടി, 4-ാമത്തെ വാക്യത്തിൽ പറയുന്ന മുന്നോട്ടോടി എന്ന. പലർക്കും സാധിച്ചില്ലെങ്കിൽ, ഇറങ്ങി തിരിച്ച കാര്യം നടന്നില്ലെങ്കിൽ പലരും പുറകോട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുറകോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾ എന്നെ കണ്ടോണ്ടിരിക്കുന്നു. ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ ആഗ്രഹിച്ച, പ്രതീക്ഷിച്ച, നിങ്ങൾ ചിന്തിച്ച ചില കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ, ദൈവത്തെ കണ്ടുമുട്ടുന്നതിലാണെങ്കിലും, ആത്മീകമായി പ്രയോജനപ്പെടുന്നതിലാണെങ്കിലും, ശുശ്രൂഷയിൽ വളരുന്നതാണെങ്കിലും, പല വിഷയത്തിലാണെങ്കിലും നിങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകരുത്, പുറകോട്ട് പോകരുത്. ആരോടൊക്കെയോ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, ഒന്നും കണ്ടോണ്ടും കേട്ടോണ്ടും, ചിലർ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്ന ഡിസ്കറേജ്മെന്റുകൾ കേട്ടോണ്ടും, നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ കണ്ടോണ്ടും പുറകോട്ട് പോകരുത്. ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം, ചുറ്റും വലിയ പർവ്വതങ്ങൾ, പുറകിൽ ഫറവോനും സൈന്യവും അവരെ പിന്തുടർന്നു പിടിക്കാനായി. മുന്നോട്ട് പോകാൻ കഴിയാതെ പകച്ചു നിൽക്കുമ്പോൾ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞ വാക്കെന്നറിയാമോ? മോശെ, നീ ഈ ജനത്തോട് പറ, മുന്നോട്ട് പോകാൻ. മുന്നോട്ട് പോകാൻ നീ മനസ്സ് വെച്ചാൽ ചെങ്കടലിന്റെ നടുവിലൂടെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വഴിയൊരുക്കും. വെള്ളം കൊണ്ട് മറച്ചിട്ടിരുന്ന വഴി വെള്ളം മാറ്റി നിന്നെ കാണിക്കും. മണ്ണുകൊണ്ട് മൂടിയിട്ടിരുന്ന കിണർ, മണ്ണ് മാറ്റി കിണറിനെ പൊക്കിയെടുക്കും. ഇന്ന് പകൽ ചിലരോട് പറയുന്നു, വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, ധൈര്യത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് മുന്നോട്ട് പോകാൻ ചില ചുവടുകൾ വെക്കുന്നവരോട് കർത്താവിന്റെ ആത്മാവ് ഇടപെടുന്നു. വെള്ളം കൊണ്ട് നിന്റെ മുൻപിൽ മറച്ചിട്ടിരുന്ന ചില വഴികളെ വെള്ളം മാറ്റി ദൈവം നിനക്ക് കാണിച്ചു തരും. മണ്ണുകൊണ്ട് മൂടിയിട്ട ചില കിണറുകളെ മണ്ണ് മാറ്റി ആ ഉറവയെ നിന്റെ മുമ്പിൽ ദൈവം തുറന്നു തരും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മോശയോട് യഹോവയാകുന്ന ദൈവം പറയുന്നു, ഗോ ഫോർവേഡ്, മുന്നോട്ട് പോകുക. ദൈവം ഒരിക്കലും പുറകോട്ട് പോകാൻ പറയത്തില്ല. ഒരിക്കലും ഒരിടത്തും ഒന്നിലും എന്റെ ദൈവം പുറകോട്ട് പോകാൻ പറയത്തില്ല. ദൈവികമായ കാര്യങ്ങളിൽ, ദൈവ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനേ കർത്താവ് പറയത്തുള്ളൂ. അതുകൊണ്ട് ആരോടും കർത്താവ് പറയുക, ഈ സിറ്റുവേഷൻ കണ്ട് പ്രാർത്ഥന നിർത്തരുത്. ഈ വെല്ലുവിളികളുടെ മുമ്പിൽ വിശ്വാസം കുറഞ്ഞു പോകരുത്. ഈ സാഹചര്യങ്ങളുടെ മുമ്പിൽ നീ പതറിപ്പോകരുത്. മുന്നോട്ട് പോ, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോ. വെള്ളം കൊണ്ട് മൂടിയിട്ടിരുന്ന വഴി വെള്ളം മാറ്റി നിന്നെ കാണിക്കും. മണ്ണുകൊണ്ട് മൂടിയിട്ടിരുന്ന കിണർ ദൈവം നിനക്ക് വേണ്ടി പൊക്കിയെടുത്തു തരും. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സക്കായി മരത്തിന്റെ മേളിൽ കയറിയിരുന്നു. ആ കാട്ടത്തിമേൽ യേശു ആ വഴി വരികയായിരുന്നു. കർത്താവ് ആ വഴി വന്നിട്ട് കൃത്യമായി ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് മേലോട്ട് നോക്കി. ഹല്ലേലൂയ. കാരണം ഹൃദയം കൊണ്ട് ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുത്തൻ അതിൻ്റെ മുകളിൽ ഇരിപ്പുണ്ടെങ്കിൽ അവനെ നാട്ടുകാര് കാണുന്നില്ല, കുടുംബക്കാര് കാണുന്നില്ല, ദേശക്കാര് കാണുന്നില്ല, ഒരു മനുഷ്യനും കാണുന്നില്ല. ആരും കാണാതെ അത്യ ഇലകളുടെ അകത്തവൻ ഒളിച്ച് മരച്ചില്ലയിൽ ഇങ്ങനെ പതുങ്ങി ഇരിക്കുമ്പോഴും അവന്റെ ഹൃദയം ഇങ്ങനെ തുടിക്കുകയാണ് യേശുവിനെ കാണാൻ. അവന്റെ ഹൃദയം ഇങ്ങനെ തുടിക്കുകയാണ്. അവൻ എൻജോയ് ചെയ്യാണ്. കർത്താവിനെ കണ്ടപ്പോഴത്തേക്ക് അവന്റെ മനസ്സിങ്ങനെ സന്തോഷിക്കുകയാണ്. നോക്കിയേ, ഈ മാഗ്നറ്റ്, കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ യേശു ആ മരത്തിന്റെ മൂട്ടിൽ വന്നങ്ങ് നിന്നു. അതിന്റെ ചുവട്ടിൽ വന്നങ്ങ് നിന്നു. മുകളിലേക്ക് നോക്കി. സക്കായിയെ വേഗം ഇറങ്ങി വാന്ന് പറഞ്ഞപ്പോ ആ ഇരുമ്പ് വന്ന് മാഗ്നറ്റിനോട് അങ്ങ് പറ്റുക.
ആ ഇരുമ്പ് വന്ന് കാന്തത്തോടങ്ങ് പറ്റുന്നത് പോലെ ഇന്ന് പകൽ യഹോവയെ അന്വേഷിക്കുന്ന, അവനെ കാണാൻ ആഗ്രഹിക്കുന്ന, അവനിൽ നിന്ന് ചിലത് പ്രാപിക്കാൻ കൊതിക്കുന്ന, അതൊരുപക്ഷെ അപ്പൻ അറിയുന്നില്ല, അമ്മ അറിയുന്നില്ല, പാസ്റ്റർ അറിയുന്നില്ല, കുടുംബക്കാരറിയുന്നില്ല, ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, പാപങ്ങളെ ഏറ്റുപറയുവാൻ, ആമേൻ, ദൈവ വഴിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ദൈവത്താൽ നീ ആകർഷിക്കപ്പെടുകയാണ്. സക്കായി ആ മരത്തിൽ നിന്ന് ഇറങ്ങി വന്നു. എന്റെ സന്ദേശം ഇതാണ്. ഇറങ്ങി വന്ന സക്കായി പറഞ്ഞു തന്നെ 8-ാമത്തെ വാക്യത്തിൽ, സക്കായി നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. 9-ാം വാക്യത്തിൽ പറയുന്നു, യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഈ വീടിന് രക്ഷ വന്നു. കൂനയായ സ്ത്രീ അബ്രഹാമിയ സന്തതിയാകയാൽ അവൾക്ക് സൗഖ്യം വന്നു. സക്കായി അബ്രഹാമിയ സന്തതിയാകയാൽ അവന് രക്ഷ വന്നു. ഇപ്പൊ ദൈവം തന്റെ നന്മകളെല്ലാം ഒരുക്കിയിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് എന്റെ മെസ്സേജ്. പ്രൈസ് ഗോഡ്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഇവിടെ ഞാനൊരു കാര്യം ഈ ഭാഗത്തിൽ നിന്ന് കണ്ടപ്പോ ഈ സക്കായി പറഞ്ഞ എന്താണെന്നറിയാവോ? ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കാം, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് കൊടുക്കാം. അപ്പം ഗിവിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ കൊടുക്കാം, ഞാൻ എൻ്റെ എല്ലാം കൊടുക്കാം, ആ നന്മ ഞാൻ കൊടുക്കാം, ആ പണം ഞാൻ കൊടുക്കാം. കൊടുക്കാം എല്ലാം തരാമെന്ന് പറയുമ്പോൾ തന്നെ അവൻ കാണിക്കുന്നത് ഒരു അബ്രഹാമിയ സ്വഭാവമാണ്. കാരണം അബ്രഹാമിന്റെ സ്വഭാവം അതായിരുന്നു. അവനെല്ലാം നൽകുന്നവനായിരുന്നു, അവനെല്ലാം കൊടുക്കുന്നവനായിരുന്നു. അബ്രഹാം എല്ലാവരെയും സ്നേഹിക്കുന്നവനായിരുന്നു. ഈ കൊടുക്കുക, ദൈവത്തെ മനുഷ്യരെ സ്നേഹിക്കുക എന്നത് ദൈവത്തോട് ആ വ്യക്തിക്ക് ബന്ധമുണ്ട് എന്നതിന് തെളിവാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. സക്കായി പാപിയായിരുന്നു, ചുങ്കക്കാരനായിരുന്നു. പക്ഷെ യേശുവിനെ കണ്ടു, മനസ്സലിഞ്ഞു, ഇറങ്ങി വന്നു, കർത്താവിന് രക്ഷ കൊടുത്തു, അവന്റെ പാപത്തെ വിമോചിപ്പിക്കുന്നു. ആ സമയത്ത് യേശുവുമായിട്ട് അവൻ കണക്റ്റഡ് ആയി കഴിഞ്ഞ ഉടനെ അവന്റെ മനസ്സിൽ വന്നത് ശത്രുതയല്ല. ശത്രുത കാണിച്ചവരെ ഇനി മുതൽ ഞാൻ സ്നേഹിക്കാൻ പോവാ. ഇതുവരെ ഞാൻ കൊടുക്കാത്തവർക്ക് ഇനി കൊടുക്കാൻ പോവാ. ഇതുവരെ ഞാൻ ചെയ്യാത്ത പല കാര്യങ്ങളും ഇനി ചെയ്യാൻ പോവാ. അപ്പം മറ്റുള്ളവരെ സ്നേഹിക്കുക, കരുതുക, കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ആ വ്യക്തി ഇപ്പോൾ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിലായിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ തൻ്റെ ദാസന്മാരെയും തൻ്റെ മക്കളെയും സ്നേഹിക്കാൻ പറ്റുള്ളൂ. ദൈവത്തെ ബഹുമാനിക്കുന്നവർക്ക് മാത്രമേ തൻ്റെ ദാസന്മാരെയും തൻ്റെ മക്കളെയും ബഹുമാനിക്കാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കൊടുക്കാൻ മനസ്സുള്ളവൻ മാത്രമേ എപ്പോഴും കൊടുക്കുകയുള്ളൂ. സ്നേഹിക്കാൻ മനസ്സുള്ളവർ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ. ഈ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ അതൊരു വരമാണ്. വരം മാത്രമല്ല, സഹായം ചെയ്യാനുള്ള വരമെന്നല്ലേ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അത് വരം മാത്രമല്ല, അതൊരു ദൈവിക സ്വഭാവമാണ്. ഗിവിങ് ഈസ് ദ നേച്ചർ ഓഫ് ഗാഡ്. ദൈവം എന്ന് പറയുന്നത് ഒന്നും നമ്മളിന്ന് മേടിക്കുന്നവനല്ല, ദൈവം എല്ലാം നമുക്ക് തരുന്നവനാണ്. ഹല്ലേലൂയ. കർത്താവെല്ലാം നമുക്ക് നൽകുന്നവനാണ്. അങ്ങനെ ഒരാളായിരുന്നു അബ്രഹാം. അബ്രഹാം അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ പെട്ടതിന്റെ റീസണും അതായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 12-2-3 വാക്യങ്ങൾ. ഇനിയുള്ള ഒരു 10 മിനിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഞാൻ എടുത്ത മെസ്സേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. അതിന്റെ 2-3 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഞാൻ സത്യമായിട്ടും പറയട്ടെ, ഞാനിത് വെറുതെ വായിച്ചു വിടാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ സേവിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് ഇതേ ദൈവത്തെ തന്നെയാണ്. ഹല്ലേലൂയ. ഞാൻ അബ്രഹാമിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഞാൻ നിനക്ക് കുറച്ച് ബ്ലെസ്സിങ്സ് തരുമെന്നല്ല, അനുഗ്രഹങ്ങൾ തരുമെന്നല്ല ദൈവം പറയുന്നത്, നിന്നെ തന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. പ്രൈസ് ഗോഡ്. നിന്നെ ഒരു ഫ്ലഗ് പോയിന്റ് ആക്കുമെന്നല്ല, ഇങ്ങനെ മൊബൈൽ ചാർജ് ചെയ്യുന്ന ഫ്ലഗ് പോയിന്റ്സ് ഇല്ലേ, ഞാൻ നിന്നെ ഒരു ഫ്ലഗ് പോയിന്റ് ആക്കുമെന്നല്ല പറഞ്ഞു, ഞാൻ നിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു പവർ ഹൗസ് ആക്കി മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് ഞാൻ കുറച്ച് അനുഗ്രഹങ്ങൾ തരുമെന്നല്ല, നിന്നെ ഞാനൊരു അനുഗ്രഹമാക്കി മാറ്റും.
നീ പലർക്കും ഒരു ബ്ലസ്സിങ് ആകും. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, മറ്റുള്ളവർക്ക് നിങ്ങളൊരു വേദനയാകരുത്, മറ്റുള്ളവർക്ക് നിങ്ങളൊരു ഭാരമാകരുത്, മറ്റുള്ളവർക്ക് നിങ്ങളൊരു പ്രയാസമാകരുത്. നമ്മുടെ അസൂയ കൊണ്ടും പക കൊണ്ടും ജഡീകമായ സ്വഭാവങ്ങൾ കൊണ്ടും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നവരാകരുത്. നിങ്ങൾ അബ്രഹാമി സന്തതിയാണെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ കർത്താവിനെ അറിഞ്ഞ വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ എല്ലാവർക്കും ഒരു അനുഗ്രഹമാകും. സ്വന്തം കരം തലയിലോട്ട് വെച്ചേച്ച് പറഞ്ഞ് ഞാൻ എല്ലാവർക്കും ഒരു അനുഗ്രഹമാകുമെന്ന് പറഞ്ഞു. എൻ്റെ ദേശത്തിന്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സഭയ്ക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക്, എല്ലാവർക്കും ഞാനുമായി ആരൊക്കെ കണക്ട് ചെയ്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നോ അവർക്കെല്ലാം ഞാനൊരു അനുഗ്രഹമായിരിക്കും. പ്രൈസ് ഗോഡ്. അബ്രഹാമിനോട് പറയുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഉൽപ്പത്തി 12 അബ്രഹാമിനെ ദൈവം ബ്ലസ് ചെയ്യുകയാണ്, അനുഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ദൈവം അനുഗ്രഹിച്ചാൽ, ദൈവം ഒരു വചനം പറഞ്ഞാൽ, ദൈവം ഒരു വാഗ്ദത്തം തന്നാൽ, ദൈവം ഒരു പ്രവൃത്തി ചെയ്താൽ അത് ഭയങ്കരമായിട്ട് റിസൾട്ട് ഉണ്ടാക്കും, ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കും. ദൈവം നിങ്ങൾക്കൊരു വചനം തന്നെങ്കിൽ, ഇന്നും ഈ പകലിലും ഈ കേട്ടോണ്ടിരിക്കുന്ന മെസ്സേജ് വ്യക്തിപരമായിട്ട് ഏറ്റെടുക്കുന്നെങ്കിൽ എഴുതി വെച്ചോ, ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ, വിശ്വസിച്ചവരുടെ ജീവിതത്തിൽ വലിയ റിസൾട്ട് ഉണ്ടാക്കും. ഹല്ലേലൂയ. അതിന്റെ റിസൾട്ട് 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ ബ്ലസ് ചെയ്യുന്നു. 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നു. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് അതിന്റെ റിസൾട്ട് വെളിപ്പെടുന്നത്. ഒന്ന് വായിച്ചേ 13-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവനോട് നോക്കി, അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രാം ബഹു സമ്പന്നനായിരുന്നു. ബൈബിൾ പറയുന്നു, ഉൽപ്പത്തി 12 അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തിരുവെടുത്ത് വ്യക്തമാക്കുന്നു, കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി മാറി. അതിന്റെ റിസൾട്ട് വെളിപ്പെട്ടു. ദൈവം അനുഗ്രഹിച്ചാൽ അതിന്റെ റിസൾട്ട് 10 അധ്യായം കഴിഞ്ഞല്ല, അടുത്ത അധ്യായത്തിൽ അത് കാണാം, നെക്സ്റ്റ് ചാപ്റ്ററിൽ അത് കാണാം. 12-ാം അധ്യായത്തിൽ ബ്ലസ്സിംഗ് വന്നെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്ററിൽ അതിന്റെ റിസൾട്ട് കാണാം. ഒന്നുമില്ലാത്ത മനുഷ്യനെ ദൈവം എല്ലാം ആക്കി മാറ്റി, എല്ലാവർക്കും ഒരു അനുഗ്രഹമാക്കി മാറ്റി. പക്ഷെ ഇവിടെ അബ്രഹാമിന് വെള്ളിയും കന്നുകാലിയും പൊന്നും ഒക്കെ ലഭിച്ച് ബഹുസമ്പന്നനായി എന്നതുകൊണ്ട് മാത്രം അത് മാത്രം വായിച്ച് അവസാനിപ്പിക്കരുത്. ഇനി അതിന് 3-4 വാക്യം കൂടെ വായിക്കണം. ഇത്രയും വായിച്ച് നമ്മൾ ഗ്ലോറി ഹല്ലേലൂയ പറഞ്ഞു പോകരുത്. അവൻ തന്റെ യാത്രയിൽ തെക്കു നിന്നും ബഥേൽ വരെയും ബഥേൽ നിന്ന് ഹായിക്ക് മധ്യേ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലത്തു വരെയും ചെന്നു. എന്നിട്ട് എന്നാ ചെയ്തേ? അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ഇവിടെയാണ് അബ്രഹാമിനെ ഞാൻ മാതൃകയാക്കുന്നത്. അബ്രഹാം ഭയങ്കര സമ്പന്നനായിരുന്നു, ബഹുസമ്പന്നനായിരുന്നു. പക്ഷെ ഇത്രയും പണവും സമ്പത്തും നന്മയെല്ലാം ഉണ്ടെങ്കിലും ഇതൊന്നും പുള്ളിയുടെ മനസ്സിനെയോ ഹൃദയത്തെയോ ജീവിതത്തെയോ സ്വാധീനിച്ചില്ല. ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും തന്റെ ഫോക്കസ് ഈ വെള്ളിയിലോ പൊന്നിലോ കന്നുകാലികളിലോ അല്ലായിരുന്നു, ദൈവത്തിലായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും തന്റെ ഫോക്കസ്, തന്റെ ദൃഷ്ടി, തന്റെ കാഴ്ചപ്പാട് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതിലായിരുന്നു. ഇവിടുത്തെ മാനുഷിക പ്രശ്നം, പലരുടെയും പ്രശ്നം എന്താണെന്നറിയോ? ഇച്ചിരി പൊന്നും വെള്ളിയും നന്മയൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ആരാധനയില്ല, പ്രാർത്ഥനയില്ല, ദൈവത്തോട് ബന്ധമില്ല, ഉപവാസമില്ല. സത്യമല്ലേ? ഹല്ലേലൂയ. ദൈവം പലരെയും അനുഗ്രഹിച്ചു കഴിയുമ്പോൾ, പലരുടെയും ജീവിതത്തിൽ നന്മകൾ വന്നു കഴിയുമ്പോൾ, പലരുടെയും ജീവിതത്തിൽ ദൈവം ബ്ലസ്സിങ് കൊടുത്തു കഴിയുമ്പോൾ വ്യക്തിപരമായി പിന്നെ പഴയ പ്രാർത്ഥനയില്ല, പഴയ ആരാധനയില്ല. ഇപ്പൊ TV ആയി, മൊബൈൽ ഫോണായി, പല നന്മകളായി, കാറായി, വണ്ടിയായി, വീടായി, ഗസ്റ്റായി, സെലിബ്രേഷൻസ് ആയി, ബർത്ത്ഡേ പാർട്ടിയായി. അപ്പൊ പ്രാർത്ഥിക്കാനും നേരെയില്ല, ദൈവസന്നിധി ഇരിക്കാനും നേരെയില്ല. പക്ഷെ അബ്രഹാം അങ്ങനല്ലായിരുന്നു. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾ എല്ലാരേക്കാളും അധികം ഒരു പട്ടണത്തിന് വഹിക്കാൻ കഴിയാതെ വണ്ണം ബഹുസമ്പന്നനായിരുന്നു അബ്രഹാം. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും അബ്രഹാം എവിടെ താമസിച്ചാലും അബ്രഹാം ഒരു കൂടാരം അടിക്കും. ആ കൂടാരം അടിച്ചാൽ അവിടെ ഒരു യാഗപീഠം കാണും, അവിടെ ഒരു പ്രാർത്ഥനാമുറി കാണും,
പ്രൈസ് ഗോഡ്. അവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കും. ഞാൻ പറയട്ടെ, സമ്പത്തല്ല പ്രശ്നം, മനോഭാവമാ പ്രശ്നം. എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ പലർക്കും ദൈവം നന്മകൾ കൊടുത്തു കഴിയുമ്പം, ഭൗതികമായ ബ്ലെസ്സിങ് കൊടുത്തു കഴിയുമ്പം ഒരു ദൈവത്തെ മറന്നു പോകുന്ന ഒരു സ്വഭാവമുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഒരു പദം ഞാൻ പറയാം, ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി. നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങളെ ഓർത്തവനെ നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങളെ കരുതിയവനെ നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങളെ സഹായിച്ചവനെ നിങ്ങളുടെ സമൃദ്ധിയിൽ നിങ്ങൾ മറന്നു പോകരുത്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഈ ബ്ലസ്സിങ്ങുകളെല്ലാം ദൈവം കൊടുത്തപ്പോഴും ദൈവത്തെ ആരാധിച്ച മനുഷ്യൻ, ദൈവമുഖം അന്വേഷിച്ച മനുഷ്യൻ. അപ്പോ ഉൽപ്പത്തി 12 അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നു. ഉൽപ്പത്തി 13 ആ അനുഗ്രഹത്തിന്റെ റിസൾട്ട് അവിടെ വെളിപ്പെടുന്നു. ഇനി അതിന്റെ 14 അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് തനിക്ക് ലഭിച്ച നന്മകളെ താൻ എങ്ങനെ നിലനിർത്തിയെന്ന് കാണും. പലരുടെയും പ്രശ്നം, അവരെല്ലാം പ്രാപിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കയ്യിലില്ല, ഒന്നും കൈ നിൽക്കുന്നില്ല. അവർക്ക് ഒരു പരിധി വിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പക്ഷെ മനുഷ്യനും പിശാചും വെച്ച ബൗണ്ടറികളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയണമെങ്കിൽ ഈ 14 അധ്യായത്തിന്റെ 18, 19, 20 വാക്യം കൂടെ ശ്രദ്ധിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. 12 അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നു. 13 അധ്യായത്തിൽ ആ അനുഗ്രഹത്തിന്റെ റിസൾട്ട് വെളിപ്പെടുന്നു. 14 അധ്യായത്തിൽ വരുമ്പോൾ അബ്രഹാം ആ ദൈവം കൊടുത്ത നന്മകളെ, അവന്റെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ നിലനിർത്തേണ്ടതിന് അബ്രഹാം ചെയ്യുന്നൊരു പ്രവൃത്തി ഉണ്ട് അവിടെ. ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും മീഞ്ഞും കൊണ്ടുവന്ന് അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. ഞാൻ ആ ഭാഗം മൽക്കീസേദെക്ക് ആരെന്നുള്ള വിഷയം ഞാൻ ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ഞാൻ ആ ഭാഗം തൊടുന്നില്ല. മൽക്കീസേദെക്ക് എന്ന പുരോഹിതൻ പുതിയ നിയമത്തിൽ ഭാഗത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് നിഴലാണ്, പിതാവായ ദൈവത്തിന് നിഴലായി നിൽക്കുന്ന വ്യക്തിത്വമാണ് ശാലേം രാജാവായ മൽക്കീസേദെക്ക് എന്ന പുരോഹിതൻ. ആ മൽക്കീസേദെക്കിന് അപ്പവും മീഞ്ഞും കൊണ്ടുവന്ന് അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ എന്ന് പറഞ്ഞാൽ അബ്രഹാമിനെ അനുഗ്രഹിച്ചു. മൽക്കീസേദെക്ക് ആരെ അനുഗ്രഹിച്ചു? അബ്രഹാമിനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിന്റെ നന്മകൾ അവൻ സ്വീകരിച്ചു. പക്ഷെ ആ അനുഗ്രഹം നിലനിർത്തേണ്ടതിന് അവൻ അങ്ങ് അഹങ്കരിച്ചു പോവല്ല. സ്തോത്രം. അവന് കിട്ടിയ സകല നന്മയിലും സകല അനുഗ്രഹത്തിലും അബ്രഹാം ദശാംശം കൊടുത്തു. ഇത് പുതിയ നിയമത്തിലേക്ക് പൗലോസ് പകർത്തി എഴുതിയ ഒരു ഭാഗമുണ്ട്. ഭയങ്കര ആഴമായിട്ടാണ് പൗലോസ് അത് എഴുതിയിരിക്കുന്നത്. എബ്രായർ 7 1, 2, 3 വാക്യങ്ങൾ 10 വരെ ഉണ്ട്. പെട്ടെന്നൊന്ന് വായിച്ചു വിടാവും. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസേദെക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവെന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവ അവസാനവും ഇല്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവീൻ. ഗോത്രപിതാവായ അബ്രഹാം കൂടെ അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങൾ 10 കൊടുത്തല്ലോ. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവീൻ. ഗോത്രപിതാവായ അബ്രഹാം വരെ തനിക്ക് ലഭിച്ച നന്മയുടെ 10 ദൈവത്തിന് കൊടുത്തു. ഹല്ലേലൂയ. തന്റെ പുരോഹിതന് അത് കൈമാറുമ്പോൾ, തന്റെ പുരോഹിതന് അത് കൊടുക്കുമ്പോൾ അത് ദൈവത്തിന് കൊടുത്തതുപോലെയാണ്. അതുകൊണ്ടാണ് എഹെസ്കേലിന്റെ പുസ്തകത്തിൽ പറയുന്നത്, സ്തോത്രം, നിന്റെ വീട്ടിൽ ദൈവം അനുഗ്രഹം വരുത്തേണ്ടതിന് നിന്റെ നന്മകൾ ആലയത്തിൽ കൊണ്ടുവരുവീൻ. അനുഗ്രഹം വരുത്തേണ്ടതിന്. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കറിയാമോ, അബ്രഹാം കാണിച്ച ഈ ഒബീഡിയൻസ്, ഈ അനുസരണം, ദൈവത്തിന്റെ മുമ്പിൽ കാണിച്ച ഈ മനോഭാവം അവന്റെ തലമുറകളെ മാനിക്കുന്നതിന് കാരണമായി. സന്തതികളിലേക്ക് ഈ അനുഗ്രഹത്തിന്റെ കൈമാറ്റം നടന്നു.
ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന എത്ര പേര് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ? ഹല്ലേലൂയ. അബ്രഹാം കേട്ട വാഗ്ദത്തം അത് തന്നെയല്ലേ? ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ തരി പോലെയും വർദ്ധിക്കും. അപ്പോ ഒരു മനുഷ്യന്റെ അനുസരണം, പ്രാർത്ഥന, വിധേയത്വം, ഒബീഡിയൻസ്, ദൈവത്തിന് കൊടുക്കുന്ന സ്വഭാവമൊക്കെ അവന്റെ തലമുറകളിലേക്ക് ആ അനുഗ്രഹത്തെ ദൈവം കൈമാറുക. ഇസഹാക്ക്, അബ്രഹാമിന്റെ പുത്രനായ ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടു. ഉൽപ്പത്തി 26:12-13 ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കെട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. നോർത്തു നോക്കി, അബ്രഹാമിന്റെ മകനായ ഇസഹാക്ക് വിതച്ചു, 100 മേനി വിളവ് കെട്ടി. ദൈവം അവനെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് മഹാധനവാനാക്കി തീർത്തു. അവിടെ ഒരു പദം കിടപ്പുണ്ട്, അത് വേണമെങ്കിൽ ഈ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിക്കുന്നവർക്കൊന്ന് വരച്ചിടാം. യഹോവ അവനെ അനുഗ്രഹിച്ചു. പിശാച് അനുഗ്രഹിച്ചിട്ടല്ല, യഹോവ അവനെ അനുഗ്രഹിച്ചതിനാൽ അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാസമ്പന്നനായി അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി. പക്ഷെ എനിക്ക് അവിടെ എടുത്തു പറയാനുള്ളത്, അബ്രഹാമിയ സന്തതിയായ ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെടാനുള്ളതിന്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞില്ല. അബ്രഹാം ആണെങ്കിലും അവൻ വിതച്ചു. എല്ലാരും പറഞ്ഞു വിതച്ചു. ഈ വിതയ്ക്കാതെ കൊയ്യാൻ നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഒരിക്കലും നടക്കുകയില്ല. വിതച്ചെങ്കിൽ മാത്രമേ കൊയ്യാൻ പറ്റുകയുള്ളൂ, വിതച്ചാൽ മാത്രമേ കൊയ്യുള്ളൂ. യേശു ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, മത്തായി സുവിശേഷം 6:26. മത്തായി 6:26 ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗ്ഗസ്ഥനായ പിതാവ് അവരെ പുലർത്തുന്നു. ദൈവം അവരെ പുലർത്തുന്നു, അതാണ് അതിന്റെ പ്രധാന ഭാഗം. പക്ഷേ യേശു പറഞ്ഞത് ഭയങ്കര ശ്രദ്ധേയമായ കാര്യമാണ്. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? വിതച്ചാലേ കൊയ്യൂ. അങ്ങനെ കൊയ്താൽ മാത്രമേ അവന് കളപ്പുര ഉണ്ടാകൂ. കളപ്പുര എന്ന് പറഞ്ഞാൽ എന്നാ? കൂട്ടിവെക്കാൻ, മാറ്റിവെക്കാൻ, ക്ഷാമകാലത്തെടുത്ത് ഉപയോഗിക്കാനുള്ള മുറി. സ്തോത്രം. അപ്പോ ജീവിതത്തിൽ എന്തെങ്കിലും കൊയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിതച്ചേ പറ്റുള്ളൂ. പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിച്ച് തലയ്ക്ക് പിടിച്ച് കറക്കിയിട്ടൊന്നും ഒരു കഥയില്ലെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പ്രൈസ് ഗോഡ്. വിട്ടുപോ വിശാചെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതൊന്നും അല്ല സംഭവം. പയറിന്റെ വിത്തിട്ടാലേ പയറുണ്ടാവുള്ളൂ. പാവലിന്റെ വിത്ത് നട്ടാലേ പാവയ്ക്ക കിട്ടുള്ളൂ. സ്തോത്രം, 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 സ്തോത്രം. വിതച്ചാലേ കൊയ്യാൻ പറ്റുള്ളൂ. അത് എന്ത് തന്നെയാണെങ്കിലും. ജഡത്തിൽ വിതച്ചാൽ നാശം കൊയ്യും, ആത്മാവിൽ വിതച്ചാൽ നിത്യജീവൻ കൊയ്യും. എന്ത് അങ്ങോട്ട് കൊടുക്കുന്നോ അതിങ്ങോട്ട് തിരിച്ചു വരും. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത്, ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തുമുണ്ട്, വിതച്ചാലേ കൊയ്യൂ. അപ്പോ ദൈവത്തിന് വേണ്ടി, തന്റെ രാജ്യത്തിന് വേണ്ടി, തന്റെ നാമത്തിന് വേണ്ടി വിതച്ച ഇസഹാക്കെ നീ കൊയ്യും. അബ്രഹാമിയ സന്തതിയെ കൊയ്യും. യാക്കോബ് എന്നായിരുന്നു? യാക്കോബിന്റെ ജീവിതം വൻ പരാജയമായിരുന്നു. ഉൽപ്പത്തി 28:11 മുതൽ വായിക്കുന്ന സമയത്ത് യാക്കോബ് പ്രതീക്ഷിച്ചതുപോലെ പല കാര്യങ്ങളും നടന്നില്ല. എന്നാൽ ആ സമയത്ത് യാക്കോബ് ഇങ്ങനെ നടന്നു വരുമ്പോൾ, വാക്യം അതിന്റെ 11-12 വേഗം വായിച്ചേ. അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകൾ ഒന്നെടുത്ത് തലേണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവേണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്റെ മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. അതിന്റെ 21-22 വായിക്കാം. എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും. ഇത് ആരെടുത്ത തീരുമാനം? യാക്കോബ് എടുത്ത തീരുമാനം. കാരണം തന്റെ ജീവിതത്തിൽ മുഴുവൻ പ്രതിസന്ധികൾ നിൽക്കുമ്പോൾ, ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കല്ല് തലയണയെ വെച്ച് കിടന്നുറങ്ങുമ്പോൾ ദൈവികമായ സന്ദർശനം തനിക്കുണ്ടായി. ആ ദൈവികമായ സന്ദർശനത്തിന് മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ യാക്കോബ് ഞെട്ടിപ്പോയി. എന്നിട്ട് അവിടെ എഴുന്നേറ്റ് ഒരു കല്ല് നാട്ടി ദൈവത്തിന് ആരാധന കഴിച്ചു, എണ്ണയൊഴിച്ചു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ടൊരു തീരുമാനമെടുത്തു, കർത്താവേ, നീ എനിക്ക് എന്ത് തന്നാലും ഇനി മുതൽ നീ എനിക്ക് തരുന്ന എല്ലാത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും. അബ്രഹാം അത് ചെയ്തു, ഇസഹാക്ക് അത് ചെയ്തു,
യാക്കോബ് ആ തീരുമാനം എടുത്തു. ആ തീരുമാനത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അങ്ങനെ ഒരു തീരുമാനം യാക്കോബ് എടുത്തത് കൊണ്ട് ഉൽപ്പത്തി 28:22 വാക്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം യാക്കോബ് എടുത്തത് കൊണ്ട് റിസൾട്ട് ഉണ്ടായോ? വായിച്ചോ, ഉൽപ്പത്തി 30:41, 42, 43 വാക്യം. ബലമില്ലാത്ത ആടുകൾ ചനയേൽക്കുമ്പോൾ അവയെ വെച്ചില്ല. അങ്ങനെ ബലമില്ലാത്തത് ലാബാനും ബലമുള്ളവ യാക്കോബിനുമായി തീർന്നു. 43 വാക്യം. അവൻ മഹാസമ്പന്നനായി, അവന് വളരെ ആടുമാടുകളും ദാസിദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഒക്കെ ഉണ്ടായി. ഈ യാക്കോബ് എടുത്ത തീരുമാനം അവൻ പ്രായോഗികമാക്കിയപ്പോൾ അടുത്ത അധ്യായങ്ങളിൽ ഞാൻ കാണുന്നത് യാക്കോബിനെ അനുഗ്രഹിച്ചു മാനിച്ച ദൈവത്തെയാണ്. ഞാൻ നിങ്ങളോട് ഇന്ന് സത്യമായിട്ടും പറയട്ടെ, അബ്രഹാമിയ സന്തതിയെ നിങ്ങൾ ദൈവവചനം അനുസരിക്കണം, ദൈവവചനം അനുസരിക്കണം. ഇപ്പൊ നമ്മൾ വായിച്ചില്ലേ, അബ്രഹാം ദൈവത്തിന് കൊടുത്ത മനുഷ്യൻ, ഇസഹാക്ക് വിതച്ച മനുഷ്യൻ, യാക്കോബ് കൊടുത്ത മനുഷ്യൻ. ദൈവം എങ്ങനെയാ ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. ചിലർ പറയുന്നു അവർ സ്വർഗത്തിൽ പോകുകയെന്ന്. വേദപുസ്തകത്തിൽ മത്തായി സുവിശേഷം 8:11 പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിയിലിരിക്കുന്ന. സ്വർഗത്തിലുണ്ടെന്ന് കൺഫേം ആയത് ഈ 3 പേരാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 16:21 വായിക്കുമ്പോൾ ആ ദരിദ്രനായ മനുഷ്യൻ അവന്റെ ആത്മാവ് അബ്രഹാമിന്റെ മടിയിലെത്തിയതായി ലൂക്കോസ് 16:23 കാണുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം അബ്രഹാമി അനുഗ്രഹങ്ങൾക്ക് അവകാശികളാണ്. പക്ഷേ ജീവിതത്തിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, യാക്കോബിനെ പോലെ സ്നേഹിക്കുവാൻ, കൊടുക്കുവാൻ, കരുതുവാനൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ, അത് അബ്രഹാമിയ സ്വഭാവമാണ്. ആ സ്വഭാവം, ആ തീരുമാനം, ആ വചനം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാനിടയായി തീരും. കാരണം ദൈവമാണ് നമ്മളെ മാനിക്കേണ്ടത്. ഒരു മനുഷ്യൻ നമ്മളെ ഉയർത്തുന്നതിനും വളർത്തുന്നതിനൊക്കെ പരിധിയുണ്ട്. ദൈവമാണ് നമ്മളെ ഉയർത്തേണ്ടത്. 1 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായത്തിന്റെ 11, 12, 13, 14 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ദാവീദ് പറയുന്നുണ്ട്, യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. ഇതെല്ലാം നിന്നിൽ നിന്നാ വരുന്നേ. ധനവും ബഹുമാനവും നിന്നിൽ നിന്ന് വരുന്നു, ദൈവത്തിൽ നിന്നേ വരത്തുള്ളൂ. നീ സർവ്വതും ഭരിക്കുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിൽ ഇരിക്കുന്നു, സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ഇത് ദാവീദിന് അനുഭവസാക്ഷിയാ കേട്ടോ. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും ധനവും ബഹുമാനവും മാനവും നിന്നിൽ നിന്നാ വരുന്നതെന്ന് ഇത് ദാവീദിന്റെ അനുഭവസാക്ഷിയാ. കാരണം ആട്ടിടയനായിരുന്ന, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട, എല്ലാവരാലും തള്ളപ്പെട്ട ഈ ചെറുപ്പക്കാരനെ മാനിച്ചത്, ഉയർത്തിയത് സ്വർഗത്തിലെ ദൈവമാണ്. എന്നാല് അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ 14-ാമത്തെ വാക്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആര്? എന്റെ ജനം എന്തുള്ളൂ? സകലത് നിന്നിൽ നല്ലോ വരുന്നത് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നേ ഉള്ളൂ. എത്ര പേർക്ക് ഈ വെളിപ്പാടുണ്ട്? ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവര് ചെയ്യുന്ന പോലെ അല്ല, ഞങ്ങൾ നിന്നിൽ നിന്ന് വാങ്ങി. അങ്ങനെ വേണം കർത്താവിന്റെ ദാസനെ. ഹല്ലേലൂയ. നമ്മൾ ഒരാളെ സഹായിച്ചെങ്കിൽ, നമ്മൾ ഒരാൾക്ക് കൊടുത്തെങ്കിൽ, നമ്മൾ ദശാംശം കൊടുത്തെങ്കിൽ, നമ്മൾ ഓഫറിങ് കൊടുത്തെങ്കിൽ, നമ്മൾ ഹെൽപ്പ് ചെയ്തെങ്കിൽ, നമ്മൾ ഏതാണ്ട് എടുത്ത് കൊടുത്തെന്നല്ല. കർത്താവെ, നീ എനിക്ക് തന്നതിന്റെ ഒരു ഭാഗം അവനോട് അവകാശപ്പെട്ടത്, സഭയ്ക്ക് അവകാശപ്പെട്ടത്, നിന്റെ നാമത്തിന് അവകാശപ്പെട്ടത് ഞാൻ കൊടുത്തന്നേ ഉള്ളൂ. കാരണം ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത് നിന്റെ ദൈവമായ യഹോവയല്ലയോ എന്ന്. ഹല്ലേലൂയ. ഇത് കഴിവല്ല, ദൈവത്തിന്റെ കൃപയാണ്. എന്റെ ദൈവം എന്നെ നിർത്തിയതാണ്. എന്നെ കേൾക്കുന്നവരെ, ഇന്നത്തെ ഈ മെസ്സേജ് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ അകത്ത് ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്നതെന്ന് ഗ്രഹിപ്പാൻ ഒരു വെളിപ്പാടുണ്ടാകട്ടെ. അബ്രഹാമി അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ അവകാശികളാണ്. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടവരാകയാൽ അനുഗ്രഹിക്കുന്നവരായിരിക്കും എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആ അനുഗ്രഹം അനുഭവിക്കേണ്ടവരാ. അത് അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവര്, മാനിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവര്. ഐ ആം ദ സീഡ് ഓഫ് എബ്രഹാം. ഹല്ലേലൂയ. ഞാൻ അബ്രഹാമിയ സന്തതിയാ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ എല്ലാ വാഗ്ദത്തങ്ങൾക്കും ഞാൻ അവകാശിയാ. ഞാൻ ദൈവത്തിന്റെ മകനാ, ദൈവത്തിന്റെ മകളാ. മക്കളെങ്കിൽ അവകാശിയാ. അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ അവൻ എന്നിൽ പകർന്നിരിക്കുന്നു. ഞാൻ ദാസനല്ല, അടിമയല്ല, അവകാശിയാ. ആ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. നമ്മൾ പാടാറുണ്ട്, അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെ ഉള്ളതാലെന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. അത് പാടിയാൽ മാത്രം പോരാ. അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഒക്കെ അനുഗ്രഹിക്കപ്പെടാൻ കാരണമായത് എന്തെന്ന് ഇന്ന് നിങ്ങൾ കേട്ടു. ആ അനുഗ്രഹങ്ങളെ സ്വീകരിപ്പാൻ, ആ നന്മകളെ പ്രാപിപ്പാൻ, തന്റെ ദാസന്മാരുടെ ശ്രേയസിൽ
പ്രസാദിക്കുന്ന യഹോവ. ഓ ഹല്ലേലൂയ. തന്റെ ദാസന്മാരുടെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ. അബ്രഹാമിയ സന്തതിയെ, നീ കൂനി നടക്കാനുള്ള വ്യക്തിയല്ല, നീ ബന്ധനം അനുഭവിക്കാനുള്ള വ്യക്തിയല്ല. ചിന്താഗതികൾക്ക് വ്യത്യാസം വരണം. ഹല്ലേലൂയ. ദാസൻ ഒരിക്കലും വീട്ടിൽ വസിക്കുന്നില്ല, പക്ഷെ യേശു പറയുന്നു, പുത്രനോ വീട്ടിൽ വസിക്കുന്നു. ഞാൻ കർത്താവിന്റെ മകനാ, ഞാൻ കർത്താവിന്റെ മകളാ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, കണ്ണുകളടച്ചേ, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് വർഷങ്ങളായി ചില കുടുംബങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളിൽ നിൽക്കുന്ന എല്ലാ ആ ദാരിദ്ര്യങ്ങളും തകർച്ചകളും ശൂന്യതകളും കർത്താവ് എടുത്തു മാറ്റട്ടെ. കാഴ്ചപ്പാടുകളിൽ, ചിന്താഗതികളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു ഹോളി ഗോസ്റ്റ്, താങ്ക് യു ഹോളി ഗോസ്റ്റ്. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ ദശാംശം എന്റെ ആലയത്തിൽ കൊണ്ടുവരിക. ഞാൻ സ്ഥലം പോരാതെ വരുവോളം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ ദൈവം ഭോഷ്ക് പറയാൻ മനുഷ്യനല്ല. ഓ ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ് ജീസസ്. ആ കരങ്ങളെ ഉയർത്തി വ്യവസ്ഥയിലേക്കൊന്ന് വന്നേ, വചനത്തിലേക്കൊന്ന് വന്നേ, ജീവിതത്തെ ഒന്ന് ഏൽപ്പിച്ചേ. താങ്ക് യു ലോർഡ്. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും. വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവേ. ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. അബ്രഹാമിന്റെ മകളായി ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ? താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഒന്ന് ക്ലെയിം ചെയ്തേ, ഒന്ന് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ മകനാ, ഞാൻ ദൈവത്തിന്റെ മകളാ, ഞാൻ അടിമയല്ല, ഞാൻ അവകാശിയാന്ന് പറഞ്ഞേ. ഓ അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നും ക്ഷേമമായി പാലിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ, എല്ലാ അവസ്ഥകളും മാറട്ടെ, എല്ലാ അനുഭവങ്ങളിലും വ്യത്യാസം ഉണ്ടാകട്ടെ. സ്വർഗത്തിന്റെ കരം നിന്റെ കുഞ്ഞുങ്ങൾക്കായി ചലിക്കട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മക്കൾക്കായി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കരങ്ങളെ ചേർത്തടിച്ച്, അതരങ്ങളെ തുറന്ന്, ശബ്ദമുയർത്തി, വായുകളെ തുറന്ന് ജീവനുള്ള ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്ന തന്നവൻ എന്ന് ക്ഷേമമായി പാടി. അബ്രഹാമിൻ ദൈവം, ഓ അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്റെ കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം. ഒന്നിനെ കുറിച്ചിനിയും, ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്ന തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ആമേൻ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമൻ കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമൻ കൂടെയുള്ള